Nilai Gauranga Hari Om. Hare Krishna, Hare Jai Radha Madhava, Jai Kunja Bihari. Jaya Gadi Janavaya Jaya Girivara Gadi Janavaya Jaya Girivara Jaya Girivara Jaya Yashodananda Jaya Jagadananda Jaya Jagadananda Jaya Jagadananda Jaya Yamuna Tira Jaya Yamuna Tira Jaya Radha Madhava Radha Madhava Radhe Jaya Radha Kunja Bihari Radha Kunja Bihari Jaya Radha Jana Vallabha Radha Jana Vallabha Radhe Jaya Radha Giridharidhari Radha Giridharidhari Radhe Jaya Radha Yashodanandana Radha Yashodanandana Radhe Jaya Radha Jagadanandana Radha Jagadanandana Radhe Jaya Radha Yamunatari Radha Yamunatari Radhe Jaya Radha Manatari Radha Manatari Radhe Jaya Radha Devaki Nandana Radha Devaki Nandana Radhe Jaya Radha Nandalala Radha Nandalala Radhe
जय राधा मधुसूदन राधा मधुसूदन राधे जय राधा मनोहर राधा मनोहर राधे जय राधा मदन मोहन राधा मदन मोहन राधे जय राधा वृंदावन चंद्र राधा वृंदावन चंद्र राधे जय राधा नंदन राधा नंदन राधे जय राधा श्री कृष्ण राधा श्री कृष्ण राधे जय राधा केशव राधा केशव राधे जय राधा मनोहर राधा मनोहर राधे जय राधे जय राधे जय राधे जय श्री राधे राधे जय राधे जय कृष्णा जय कृष्णा कृष्णा जय कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे कृष्णा हरे कृष्णा कृष्णा हरे 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 राम हरे राम 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 हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा 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 हरे 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 राम हरे हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे हरे
മൈക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ, അങ്ങേറ്റം ഒരു മൈക്ക് കിട്ടും. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ 9-ാം അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകമാണ്. കിട്ടുന്നില്ല, മൈക്ക് കിട്ടുന്നില്ല. ഹരേ കൃഷ്ണ. കിട്ടുന്നുണ്ടോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബെറ്ററായോ? ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ.
नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु अभद्रेषु नित्यं भागवतस्य सेवया भगवत्युत्तमश्लोके भक्तिर्भवति नैष्टिकी। मोहं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणम्। यत्कृपातमहं वन्दे श्रीचैतन्य ईश्वरं। यत्कृपातमहं वन्दे परमानन्द माधवम्। एकं शास्त्रं देवकी पुत्र गीता एको देवो देवकी पुत्र एव एको मन्त्रः तस्य नामानि यानि कर्णाप्येकं तस्य देवस्य सेवा। श्री गीता महात्म्यं की जय। ध्रुवराष्ट्र उवाच धर्मक्षेत्रे कुरुक्षेत्रे समवेतायुत्सवा मामका पाण्डवश्चैव किम् अकुर्वत संशया। നമ്മുടെ അധ്യായത്തിലേക്ക് കടക്കാം. 9:32 ശ്ലോകം. പുസ്തകമുള്ളവർ നോക്കിക്കോളും. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേ അപി സ്യുഃ പാപയോനയാം. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേ അപി സ്യുഃ പാപയോനയാം. സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാസ്തേ അപി യാന്തി പരാം ഗതിം. സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാസ്തേ അപി യാന്തി പരാം ഗതിം. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേ അപി സ്യുഃ പാപയോനയഃ. സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാസ്തേ അപി യാന്തി പരാം ഗതിം. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേ അപി സ്യുഃ പാപയോനയഃ. സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാസ്തേ അപി യാന്തി പരാം ഗതിം. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേ അപി സ്യുഃ പാപയോനയഃ.
വൈശ്യാസ്തഥാ ശൂദ്രാസ്തേ അപി യാന്തി പരാംഗതിം. ശ്ലോകം എല്ലാവർക്കും വായിക്കാൻ കഴിയുന്നുണ്ടോ? പുസ്തകം ഇല്ലാത്തവർക്കാണ് ഇച്ചിരി പ്രയാസം വരുന്നത്. അതിൻ്റെ പദാനുപദം വായിക്കാൻ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓരോ പദം. ഹി തീർച്ചയായും, പാർത്ഥ ഹേ പാർത്ഥ, സ്ത്രീയ സ്ത്രീകൾ, വൈശ്യ വൈശ്യന്മാർ, ശൂദ്ര ശൂദ്രന്മാർ, തഥാ അപ്രകാരം, പാപയോനയ അപി പാപയോനികളായും അഥവാ നികൃഷ്ട ജന്മമെടുത്തവരായും ഏതവൻ സ്യുഹു ഭവിക്കുമോ, തേ അപി അവർ പോലും, മാം എന്നെ വ്യപാശ്രിത്യ ശരിയായി ആശ്രയിച്ചിട്ട്, പരാം ഗതിം പരമമായ ഗതിയെ, യാന്തി പ്രാപിക്കുന്നു. വിവർത്തനം അത് ഞാനൊന്ന് വായിക്കാം, പിന്നെയുള്ള ഇതിൽ നിങ്ങളും കൂടെ ഏറ്റു പറയാം. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. ഒന്നുകൂടെ ഏറ്റു പറയൂ എല്ലാവരും. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. ഇതിന്റെ ഭാവാർത്ഥം വായിക്കാം, എല്ലാവരും സശ്രദ്ധം കേട്ടുകൊള്ളുക. ഭാവാർത്ഥം: ഭഗവത് സേവനത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ ഉച്ച നീച സ്ഥിതി ബാധകമല്ലെന്ന് കൃഷ്ണൻ വ്യക്തമാക്കുന്നു. ജീവിതത്തിന്റെ ഭൗതിക തലത്തിൽ അത്തരം വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. എന്നാൽ ആധ്യാത്മികമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട ഭക്തന് ആ വ്യത്യാസം ഉണ്ടാവില്ല. എല്ലാവരും പരമപദ പ്രാപ്തിക്കർഹരാണ്. ശുദ്ധ ഭക്തനുമായുള്ള സമ്പർക്കം സ്വതന്ത്രന്മാരായ ചണ്ടാളന്മാരെ പോലും വിശദീകരിക്കുമെന്നാണ് ഭാഗവത വചനം. ഭാഗവതം 2:4-18. മനുഷ്യർക്കിടയിൽ അധമോ ഉത്തമ ഭേദം ഇല്ലാതാക്കാൻ മാത്രം കരുത്തുറ്റതാണ് ഭഗവത് സേവനത്തിന്റെയും ഒരു പരമഭക്തനിൽ നിന്നുള്ള മാർഗനിർദ്ദേശത്തിന്റെയും പ്രഭാവം. ആർക്കും ഇത് സ്വീകരിക്കാം. ശുദ്ധഭക്തനെ ആശ്രയിക്കുന്ന ഒരു പരമൻ പോലും അദ്ദേഹത്തിന്റെ സമുചിത നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി, ഒരു പാമരൻ പോലും അദ്ദേഹത്തിന്റെ സമുചിത നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി വിശുദ്ധനായിത്തീരും. പ്രകൃതിയുടെ 3 ഗുണങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ജനങ്ങളെ വിഭജിച്ചിട്ടുള്ളത്. സാത്വിക ഗുണം ഏറിയവരെ ബ്രാഹ്മണരായും, രജോ ഗുണം കൂടുതലായുള്ളവരെ ക്ഷത്രിയർ അഥവാ ഭരണകർത്താക്കളായും, രജസ്തമോ ഗുണങ്ങളിൽ ഇടകലർന്നവരെ വൈശ്യർ അഥവാ വ്യാപാരികളായും, തമോ ഗുണക്കാരെ
ശൂദ്രരായും കരുതിപ്പോരുന്നു. ഈ 4 കൂട്ടരേക്കാൾ താഴ്ന്ന നിലയിലുള്ളവരെ അത്രേ ചണ്ടാളന്മാർ. ഇവരെ പാപയോനികൾ, പാപികളുടെ കുലത്തിൽ ജനിച്ചവർ എന്ന് വിളിക്കുന്നു. സാധാരണയായി ഈ ചണ്ടാളന്മാരുമായുള്ള സമ്പർക്കം ഉയർന്ന വർഗങ്ങളിൽപ്പെട്ടവർക്ക് നിശ്ചിതമാണ്. എങ്കിലും ഭഗവാന്റെ ഒരു ശുദ്ധ ഭക്തന് എത്രയും താഴ്ന്ന കുലത്തിൽ പിറന്നവരെയും ജീവിത സംഘർഷത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അത്ര മഹത്താണ് ഭഗവത് സേവനത്തിന്റെ പ്രഭാവം. കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നത് കൊണ്ടേ അത് സാധ്യമാവുകയുള്ളൂ. പൂർണ്ണമായ ശരണാഗതിയാണ് വ്യപാശ്രിത്യ എന്ന പദം കുറിക്കുന്നത്. ആ നിലയിൽ ഭക്തന്മാർ ജ്ഞാനികളേക്കാൾ ഉത്കൃഷ്ടർ ആകുന്നു, യോഗികളെയും അതിശയിക്കുന്നു. ജയ ശ്രീല പ്രഭുപാദി. ഈ ശ്ലോകത്തില് ഇത് 9-ാം അധ്യായമാണല്ലോ. ഇതിനെ രാജവിദ്യ രാജഗുഹ്യയോഗം എന്നാണ്. അതായത് വിദ്യകളിൽ വച്ച് ഏറ്റവും ഉയർന്നത് അഥവാ രാജകീയമാണ്. രാജഗുഹ്യം, ഗുഹ്യം എന്നാൽ രഹസ്യം എന്നാണ്. രാജഗുഹ്യം എന്ന് വെച്ചാൽ പരമമായ രഹസ്യം. അപ്പൊ നമുക്ക് തോന്നാം, അതെ, ഇത്രയും നല്ല ഒരു ജ്ഞാനത്തെ രഹസ്യമാക്കി എന്തിനാണ് വെച്ചേക്കുന്നത്? രഹസ്യജ്ഞാനം എന്നാണല്ലോ പറയാൻ. അത് പരസ്യമാക്കിക്കൂടെ? അപ്പോൾ വാസ്തവത്തിൽ രഹസ്യമാണോ എന്ന് ചോദിച്ചാൽ രഹസ്യമല്ല. ഭഗവത്ഗീത എല്ലാവർക്കും ലക്ഷ്യമാണ്. ഇന്നത്തെ അവസ്ഥയിൽ അതിന് ഒട്ടും പ്രശ്നം. പണ്ടൊക്കെ ആണെങ്കിൽ അച്ചടി അല്ലെങ്കിൽ ഒരാളുടെ നിന്നും പകർന്ന് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള പല വൈഷമ്യങ്ങളുണ്ട്. ഇന്നങ്ങനെയല്ല. പക്ഷെ എങ്കിലും ഇപ്പോഴും അത് ഗുഹ്യം തന്നെയാണ്, രഹസ്യം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരാളിന് ഈ ജ്ഞാനത്തെ ശരിക്കും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അന്തസത്ത വളരെ രഹസ്യമാണ്. പക്ഷേ എങ്കിലും ഇത് വളരെ പരമജ്ഞാനമാണ്. പക്ഷെ അന്തസത്ത രഹസ്യമായി തന്നെ ഇരിക്കുന്നു. ആരും ഒളിച്ചു വച്ചിട്ടില്ല. പക്ഷെ എങ്കിലും അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് രഹസ്യമായി. അതാണ് ഇവിടെ രാജഗുഹ്യം എന്ന് പറയാം. ഇനി രാജവിദ്യ എന്നെന്തുകൊണ്ടാണ് പറയുന്നത്? രാജവിദ്യ എന്ന് വെച്ചാൽ ഈ പരമരാജ്യമായ ഏറ്റവും ഉയർന്ന ഉത്തമമായ ജ്ഞാനം എന്നർത്ഥം. എന്തെന്നാൽ ഏത് ജ്ഞാനം നമ്മൾ ഉൾക്കൊണ്ടാലും ഈ കൃഷ്ണാവബോധ ജ്ഞാനം ഉൾക്കൊണ്ടില്ല എങ്കിൽ അയാൾക്ക് വീണ്ടും പഠിക്കേണ്ടതുണ്ട്, ഉയർന്നതായ. എപ്പോഴാണോ കൃഷ്ണാവബോധം അഥവാ കൃഷ്ണാവബോധ തത്വശാസ്ത്രം, ആ ജ്ഞാനം പൂർണ്ണമായി ഒരാൾ ഉൾക്കൊള്ളുന്നത്, അപ്പോൾ പിന്നെ അയാൾക്ക് വേറെ ഒരു ജ്ഞാനവും പഠിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഈ ജ്ഞാനത്തെ എന്ത് പറയുന്നത്? രാജവിദ്യ എന്ന്. അപ്പം സമൂഹത്തില് ഒരുപാട് വിദ്വാൻമാരെ നാം കണ്ടിട്ടുണ്ട്. വേദശാസ്ത്രങ്ങളില്, മറ്റ് തത്വശാസ്ത്രങ്ങളില്, ഭൗതിക മണ്ഡലത്തില്,
പക്ഷേ ഇവരാരും തന്നെ എന്താണ്, വിദ്യയിൽ വലിയ രാജാക്കന്മാരല്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് വീണ്ടും ഈ കൃഷ്ണ തത്വശാസ്ത്രം അറിയേണ്ടത്. അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാര വർമ്മനെ. ഒരു ജീവൻ എന്നെ പ്രാപിക്കാത്തിടത്തോളം കാലം അയാൾ ഈ ജനന മരണമാകുന്ന ചക്രത്തിൽ വീണ്ടും ഉഴലുന്നു, ആവർത്തിക്കുന്നു. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും മോചനം കിട്ടുമെങ്കിൽ അതായിരിക്കണമല്ലോ ഉത്തമമായ ജ്ഞാനം അല്ലെങ്കിൽ രാജവിദ്യ. അതല്ല, ഇത് ശ്രീകൃഷ്ണനെ പ്രാപിക്കാൻ ഉതകുമാറുള്ള ഒരു ജ്ഞാനം മാത്രമാണ് രാജവിദ്യ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിന്റെ വിഷയത്തിലേക്ക് വരാം. ഇത് ഈ അധ്യായത്തിന്റെ ഒരു ചുരുക്കമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. രാജവിദ്യ, രാജഗുഹ്യ യോഗം എന്നതിനെ പറയാം. ഇനി മാം ഹി പാർത്ത വ്യപാശ്രിത്യ. ഇവിടെ മാം എന്ന് പറയുന്നത് ഒരു സർവനാമം. എന്നാൽ മാം എന്ന് ആരാ പറയുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ. സംസ്കൃതത്തിൽ മാം എന്ന് വെച്ചാൽ എന്നെ പറയുന്ന ആളിനെ എന്നാണ്. അപ്പോ എന്നെ ഹി എന്നുള്ള പദത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് തീർച്ചയായും, അതിന് മാറ്റമൊന്നുമില്ല, തീർച്ചയായിട്ടും. മാം ഹി പാർത്ത വ്യപാശ്രിത്യ, എന്നെ ആശ്രയിച്ചുകൊണ്ട്. യേ അഭിസ്യുഹു പാപയോനയഃ. പാപയോനികൾ എന്ന് പറഞ്ഞാൽ ചില ഏതെങ്കിലും ഒന്നിനെ, ആ ജ്ഞാനത്തെ പെട്ടെന്ന് സ്വീകരിക്കാനുള്ള ഒരു കഴിവില്ലായ്മ അല്ലെങ്കിൽ അപ്രാപ്തി, അങ്ങനെയുള്ള ഒരവസ്ഥ. അവരുടെ ജന്മം കൊണ്ടാകാം, ആചാര വിചാര അവബോധത്തിന്റെ അടിസ്ഥാനത്തിലാകാം, എങ്ങനെയും ആയിരിക്കാം. അവർ അപ്രാപ്യരായി. ഉദാഹരണത്തിന് നാം പറയുകയാണ്, ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജി പഠിക്കാനാണെങ്കിൽ നമുക്ക് ധനമുണ്ട്, ഒരു സ്കൂൾ ഫൈനൽ വിദ്യാഭ്യാസമുണ്ട് എങ്കിൽ അവിടെ ചെന്ന് പഠിക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാണ്? അവർ ഒരു പ്രവേശന പരീക്ഷ നടത്തും, അല്ലേ? എൻട്രൻസ് എക്സാമിനേഷൻ. അത് എഴുതി പാസ്സായാലേ അയാൾക്ക് ആ വിഷയം പഠിക്കാൻ പറ്റും. ഇപ്പൊ ആരെങ്കിലും എഴുതി പാസ്സായിട്ടുണ്ടെങ്കിൽ അവർ ഇത് പഠിക്കാൻ യോഗ്യരാണ്. ഇത് മനസ്സിലായോ? പാപയോനികൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ശരീരം ഉണ്ടെങ്കിലും ജന്മനാൽ അവരുടെ അവബോധം കൊണ്ടോ സാമൂഹ്യ കെട്ടുപാട് കൊണ്ടോ ആചാര വിചാരങ്ങളൊക്കെ കൊണ്ടോ അഹങ്കാര ചിന്തകൾ കൊണ്ടോ ഉത്തമമായ ഈ രാജവിദ്യ ഉൾക്കൊള്ളാനായിട്ട് പ്രയാസം. ഇനി അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജന്മം കൊണ്ട് എന്ന് പറയുന്നത് മനുഷ്യൻ ഒഴിച്ച് മറ്റ് തലത്തിലുള്ള നാൽക്കാലികൾ, ജീവികൾ, ഇവയ്ക്കൊന്നും എന്തില്ല, ഫെസിലിറ്റീസ് ഇല്ല നമുക്ക് ഈ ഭഗവത് തത്വശാസ്ത്രത്തെ പഠിക്കും. ജന്മം കൊണ്ട് ഒരു ജീവന് സാധ്യമല്ല. എന്നാൽ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിലോ സംസാരിക്കാൻ കഴിയും, വിദ്യ അഭ്യസിക്കാൻ കഴിയും, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതോടൊപ്പം ആധ്യാത്മികം ഉൾക്കൊള്ളാനും അയാൾക്ക് കഴിയും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അയാളെ പാപയോനി എന്ന് പറയാനൊന്നും പറ്റില്ല. എന്നാൽ രണ്ട് കാലുള്ള മനുഷ്യർ ചിലപ്പോൾ മൃഗങ്ങളെ പോലെ തന്നെ എന്ത് ചെയ്യും, ആക്റ്റീവ് ആയിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ശരിക്കും പാപയോനികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവരുടെ പൂർവ്വജന്മത്തിലുള്ള അല്ലെങ്കിൽ ഏകജന്മത്തിലുള്ള കടുത്തതായ പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ചതാകയാൽ അല്ലെങ്കിൽ പാപകർമ്മികളുമായിട്ടുള്ള സംഘം കൊണ്ടോ അവർക്ക് ഈ ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ നേരത്തെ പറഞ്ഞ മൃഗങ്ങൾ,
മറ്റുള്ള അങ്ങനെയുള്ള അവസ്ഥ കൊണ്ട് ഈ ജ്ഞാനത്തെ രാജഗുഹ്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ മനുഷ്യനായി ജനിച്ചിട്ട് തന്നെ അവർക്ക് ചില ആളുകൾക്ക് അവരുടെ ആചാര വിചാരങ്ങൾ കൊണ്ടോ ആഹാര രീതി കൊണ്ടോ സത്വരജസ്തമോ, അത് പ്രഭാകർ വഴി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സത്വരജസ്തമസായ ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ടും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായ അവസ്ഥയുണ്ട്. എന്നിരുന്നാലും മൃഗങ്ങളായി ജനിച്ചിരുന്നാലും അതുപോലെ ഈ ജന്മം കൊണ്ടും ഇങ്ങനെയുള്ള ഒരു പാപ അവസ്ഥയിൽ ആണ്. എന്നിരുന്നാലും ഇനി ഈ ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ വേദശാസ്ത്രങ്ങള് ജ്ഞാനം ഉൾക്കൊള്ളുന്ന സംഭവം ഒരാളിനോട് പറയാണ്, കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്, പരമദൈവമാണ്, കൃഷ്ണൻ മാത്രമാണ് പരമദൈവം, മറ്റാരും തന്നെ മറ്റെല്ലാവരെയും പരമദൈവം എന്ന് പറയുകയാണെങ്കിൽ അത് ഒന്നിലേക്ക് അപ്പം പരമമെന്നാകാൻ നിവർത്തിയില്ല അല്ലേ? അതുകൊണ്ട് പരമം എന്ന് പറഞ്ഞാൽ ഒന്നേ വരുന്നു. ദൈവം അഥവാ ദൈവങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ പരമമായ ദൈവം ശ്രീകൃഷ്ണൻ മാത്രമാണ്. ഇത് ഒരാൾ തത്വജ്ഞാനിയായ ഒരാളിനോട് പറയുകയാണ്. അയാൾക്ക് ചിലപ്പോൾ അയാളുടെ സാത്വികമോ രാജസമോ താമസികമോ ആയ അവസ്ഥയിലുള്ള ത്രിഗുണങ്ങളുടെ ഏറ്റവും അയാൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അയാൾ സ്വീകരിച്ചിരിക്കും, അങ്ങനെ അയാൾ അങ്ങനെ പറയുന്നു, ഞാനങ്ങനെ ചെയ്യണം നിർബന്ധമല്ലോ, ഞാൻ അഥവാ മറിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് വേറെ എന്തെങ്കിലും തോന്നും, അതുകൊണ്ടൊന്നും മിണ്ടണ്ട, അങ്ങനെയാണല്ലോ ഒരു മര്യാദ. അതുകൊണ്ട് അയാൾ ചിലപ്പോൾ സ്ഥിരീകരിക്കത്തില്ല, പക്ഷെ ഇയാളോട് മറിച്ചൊന്നും പറയുകയില്ല. അങ്ങനെ ഒരവസ്ഥ. പക്ഷെ ഫലത്തിൽ ഇയാൾ ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവും. എന്താണ്? കൃഷ്ണൻ പരമദൈവമാണ്. ഇന്ന് ചിലപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കാം, ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ, അല്ലെങ്കിൽ 4 മാന്യതായ വ്യക്തികൾ ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ, അങ്ങനെ അതിനുള്ള മാനദണ്ഡമുണ്ട്. അപ്പോ വൈദിക ശാസ്ത്രങ്ങളെ ആശ്രയിക്കും. അപ്പോ നമുക്ക് 4 വേദങ്ങളല്ലേ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, 108 ഉപനിഷത്തുകൾ, ഇതെല്ലാം. അപ്പോൾ ഒരാൾ നേരത്തെ കൃഷ്ണൻ പരമദൈവമാണ് എന്ന് പറഞ്ഞ അതാൾ പറയുകയാണ്. ശരി, അയാളെ നിരന്തരമായ ഇയാളെ സമ്പർക്കം കൊണ്ട് ഇയാൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ പറയും, നിങ്ങൾ വരും നോക്കൂ, ഇത് ഈ വേദശാസ്ത്രങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നു. എന്താണ്? ശ്രീകൃഷ്ണൻ പരമദൈവമാകുന്നു. അപ്പോ ശരി, അപ്പൊ അയാൾ നോക്കും, വേദശാസ്ത്രങ്ങൾ. അപ്പൊ അതിനു മുമ്പ് അയാൾ വിചാരിച്ചിരിക്കാം, ഓ, ഈശ്വരൻ എന്നാൽ നമുക്കാരെങ്കിലും ഒരാളിനെ നമുക്ക് ഇഷ്ടമുള്ളതിനെ സങ്കല്പിമായാൽ ഇന്നാൾ ഈശ്വരനാണ്, അല്ലെങ്കിൽ എനിക്ക് അയാളെ ഇഷ്ടമാണ് എന്നെങ്കിലും അയാളുടെ വീക്ഷണകോണത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു മാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രമാണ്, അതുകൊണ്ട് ഇയാൾ ഈശ്വരനാണ്. അപ്പോൾ അയാൾക്ക് വലിയ ഗുണഗണങ്ങളൊന്നും ഇല്ലെങ്കിലും ഇയാൾക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് അയാളുടെ നേരെ ഒരു ഫാൻ ആവും അയാൾ, എന്നിട്ട് അത് ഈശ്വരനാണെന്ന് പറയും. അങ്ങനെ തത്വത്തിൽ, കാരണം ഇതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഇതേപോലെ കൂട്ടുള്ള അനേകം പേർ ഉണ്ടായിരുന്നു. വാസ്തവത്തിലും ഇങ്ങനെയാണ് അയാൾ സർവ പ്രയത്നങ്ങൾ ഉപയോഗിച്ച് അതിനെ സ്ഥാപിക്കാൻ സ്വീകരിക്കും. അയാൾ ധനമെല്ലാം വേണ്ടി അതിനുവേണ്ടി ചെലവാക്കാം, ഒക്കെ ചെയ്തിരിക്കാം. പക്ഷെ ഫലത്തിൽ അയാൾ എന്ത് ചെയ്തിട്ടില്ല? പരമമായ തത്വത്തെ ഉൾക്കൊണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാളിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നു പരമതത്വത്തെ, കൃഷ്ണാവബോധത്തിലെ രാജ്യം. നോക്കൂ, പരമഗുഹ്യമായിരിക്കുന്നു എന്ന് പറയണം. നമുക്ക് ഈ മനുഷ്യൻ എന്നുള്ള യോഗ്യത തന്നെ ഉണ്ടെങ്കിലും അയാളുടെ അവസ്ഥ അനുസരിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇനി 2, ഉൾക്കൊള്ളുന്ന ഒരാൾ പറയുകയാണ് വേദശാസ്ത്രങ്ങളെല്ലാം ഉണ്ട്. ശരി, ശാസ്ത്രങ്ങളെല്ലാം പറഞ്ഞ് നോക്കും, അയാൾ പരപ്പര നോക്കും, ശ്രദ്ധിച്ച് അനലൈസ് ചെയ്ത് പഠിക്കും. ഇനി ഇത് ഇയാൾ പറയുന്നത് ശരിയാണോ? അപ്പൊ ഏകദേശം ഒരു ധാരണയിലെത്തും. ചിലപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല എന്നിരിക്കും, ശ്രീകൃഷ്ണൻ പരമോദയൻ. അപ്പൊ ഇയാൾ ഒന്നുകൂടെ പറയും,
നിങ്ങൾ ഏത് വേദശാസ്ത്രങ്ങൾ റെഫർ ചെയ്താലും ശ്രീകൃഷ്ണൻ പരമദൈവം അല്ല എന്നൊരു നെഗറ്റീവ് പോയിന്റ് കൊണ്ടുവരാൻ സാധ്യമല്ല. അപ്പോ ഈ പറയുന്ന വ്യക്തി വേദശാസ്ത്രങ്ങളെ അംഗീകരിക്കുന്ന ആളാണെങ്കിൽ അയാൾ അതിൽ കൺവിൻസ് ചെയ്യും, അഥവാ തെളിവിന് കീഴടങ്ങപ്പെടും. അങ്ങനെയാണ് അയാൾക്ക് നോക്കൂ, ശ്രീകൃഷ്ണൻ ഒരു പരമദൈവമാണ് എന്ന് ഒരാളിന്റെ ബോധമണ്ഡലത്തിൽ ഉദിച്ചു വരുന്നതിന് ഏതെല്ലാം തലത്തിലുള്ള കഷ്ടപ്പാടുകളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇതുകൊണ്ടാണ് എന്ത് പറയുന്നത്, രാജഗുഹ്യം. ഇപ്പോഴും നിരന്തരം പഠിക്കുന്നു, വേദയജ്ഞങ്ങളൊക്കെ ചെയ്യുന്നു, പല ആരാധന പ്രക്രിയകൾ ചെയ്യുന്നു, ഇല്ലസ്ട്രേഷൻസ് ചെയ്യുന്നു, പ്രഘോഷണങ്ങൾ നടത്തുന്നു. പക്ഷേങ്കിലും ശരിക്കും പരമതത്വത്തെക്കുറിച്ച് എല്ലാവരും, അതുകൊണ്ടാണ് ഇതിനെ രാജഗുഹ്യം എന്ന് പറയാൻ. അപ്പോ ഇനി ഒരാൾ മനസ്സിലാക്കി, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അയാൾ നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രാഥമിക അവസ്ഥയിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ വികലമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. ശരിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു റാണി ഉണ്ട്, അതാണ് മനസ്സ്, അല്ലേ? ഒരുപക്ഷെ വേദശാസ്ത്രങ്ങളൊക്കെ നമ്മെ ഉദ്ബോധിച്ചാലും നമ്മുടെ മനസ്സ് സമ്മതിക്കണം. നമ്മൾ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് സമ്മതിക്കുക. മനസ്സിനെ സമ്മതിപ്പിച്ചാൽ മാത്രമേ ഈ മനസ്സ് എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ, മനസ്സ് നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന കാമ ആസക്തിയെ അതിൻ്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചായിരിക്കും മനസ്സ് പെർമിഷൻ കൊടുക്കുന്നത് ഒരാൾ. അതുവരെ അയാൾ കൃഷ്ണാബോധം ശരിക്കും കൂടി. ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്നു, ഇവിടെ പല മുതിർന്ന ഭക്തരുമുണ്ട്, കുറച്ച് നാളുകൾ വന്ന ഭക്തരുണ്ട്, ചിലപ്പം ആദ്യമായിട്ട് വരുന്നവരാണ്, ചിലപ്പോൾ കനിഷ്ഠ കുറച്ച് നാളുകൾ വന്നു, ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ആയിട്ടില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ കാണും. അപ്പോൾ ഈ കൃഷ്ണാവബോധം അയാൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ അയാളുടെ മാനസിക അവസ്ഥയിൽ അയാൾക്കൊരു വിനയാന്വിതമായ ആറ്റിറ്റ്യൂഡ്, ഭാവം വേണം, സബ്മിസീവ് ആറ്റിറ്റ്യൂഡ്, അങ്ങനെയൊക്കെ. അപ്പൊ അതിന് അയാൾക്കൊരു സാത്വിക ഭാഗം ആവശ്യമാണ്. അപ്പൊ ഈ ജനങ്ങളെ ഇതിൽ ഉൾക്കൊള്ളിപ്പിച്ച് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സാത്വിക ആഹാരം കഴിക്കണം. അപ്പോൾ സാത്വിക ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് സാത്വിക ഗുണം ഉണ്ടാവും. അതുപോലെ തന്നെ അപബോധത്തിന് സാത്വികമായ ബോധം ഉണ്ടാവുന്നതിനുള്ള അധ്യയനവും കൂടെ വേണം. അതിന് സ്വാധ്യായം എന്ന വേദങ്ങൾ. ഇപ്പം ദിവസവും അയാൾ വായിക്കേണ്ടത്, കേൾക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടതൊക്കെ സാത്വികമായ ചിന്തകൾ ആയിരുന്നു. അങ്ങനെയും വരുമ്പോൾ അയാൾക്ക് വരും, അങ്ങനെ വരും. അപ്പൊ ഇതിനൊക്കെ സാത്വിക ചിന്ത അയാൾക്കൊരു രജോ താമസിക അവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉൾക്കൊള്ളില്ല. അപ്പം അയാൾ ബേസിക്കായിട്ട് നേരെ ആക്കണമെങ്കിൽ അയാൾക്ക് സാത്വിക ആഹാരങ്ങളെ നിരന്തരം കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കൃഷ്ണഭക്തന്മാരെല്ലാം ആശ്രമത്തിൽ ഈ ചിട്ടയിൽ ഭക്തന്മാരെന്ത് ചെയ്യുന്നത്, സാത്വിക ആഹാരങ്ങൾ കഴിക്കുന്നു. അപ്പൊ സാത്വിക ആഹാരങ്ങളെ കുറിച്ച് എല്ലാവർക്കും ബോധമാണ്. എല്ലാവർക്കും അറിയാം സാത്വിക ആഹാരം വെജിറ്റബിൾ ആയിരിക്കും, അല്ലെ, സസ്യ ആഹാരങ്ങളായിരിക്കും. അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ കൃഷ്ണഭക്തരാരും വെജിറ്റേറിയൻസ് അല്ല. അപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും, എന്താണ് അങ്ങനെ പറയുന്നത്, അല്ലാത്തതും കഴിക്കുന്നുണ്ടോ? വെജിറ്റേറിയൻ എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിന്റെ ഏറിയ ഭാഗങ്ങളും സസ്യം മാത്രം കഴിക്കുന്നവർ. നമ്മൾ സസ്യം മാത്രമാണോ കഴിക്കുന്നത് കൃഷ്ണഭക്തന്മാർ? ആലോചിച്ച് നോക്കൂ, എന്താണ് വ്യത്യാസമായിട്ട് കഴിക്കുന്നത്? പാല്, എണ്ണ, അതായത് ഒരു ജന്തുജൻ, ഒരു മൃഗത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ ശരിക്കും വെജിറ്റേറിയൻ ആണോ? നമ്മൾ പരസ്യമായിട്ടൊക്കെ പറയുന്നു നമ്മൾ വെജിറ്റേറിയൻ ആണോ, പക്ഷെ ഇത് അതിനകത്ത് ശരിക്കും വരുന്നില്ല. യഥാർത്ഥത്തിൽ കൃഷ്ണഭക്തൻ അങ്ങനെ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ് കടുംപിടുത്തം ഒരു ഫാനറ്റിക്കാണ്. വെജിറ്റേറിയൻ അല്ല.
ഈ കൃഷ്ണൻ ഭട്ടൻ പാലുൽപ്പന്നങ്ങളും ഇല്ലാത്ത യാതൊന്നും കൃഷ്ണൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ജീവിത രീതി കൊണ്ട് പഠിപ്പിച്ചിരിക്കുന്നത് പശുവിനെ സ്നേഹിക്കുക, അല്ലെ? ഇത് പശുവിനെ സ്നേഹിക്കുക, അതിനെ ആരാധിക്കുക മാത്രമല്ല അതിനെ അമ്മയെപ്പോലെ ഗോമാത എന്നാണ് പറയുന്നത്. അമ്മയുടെ സ്ഥാനമാണ് ഭാര്യയെ കൊടുക്കുന്നത്. ഇപ്പോഴും അങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആത്മീയത്തിലൊന്നും ഒന്നല്ല, അവർ ബെഡിൽ അലിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയും അതുപോലെ തന്നെ വിഘടനവാദികൾ വരുന്നതേ ഉള്ളൂ. അപ്പൊ ഏതൊരു സമൂഹമാണോ ഒരു പശുവിനെ ദിവ്യമായി കണക്കാക്കാൻ കഴിയാത്തത്, വാസ്തവത്തിൽ അവർക്ക് ഈശ്വരനോട് അടുക്കാൻ സാധ്യമല്ല. ഒരു സംശയമൊന്നുമില്ല. നേരെ മറിച്ച് അയാൾ പശുവിനെ സ്നേഹിക്കുകയും പശുവിനെ, നമ്മളത് പൂർവികരെ, എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുടുംബത്തിലൊക്കെ എൻ്റെ ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ കിടക്കുന്നതിൻ്റെ നേരെ ഒരിക്കൽ പശുവും കൃഷ്ണനും. എണീറ്റ ഉടൻ പശുവിനെ കാണും. പണ്ടൊക്കെ ആള് വീടിന്റെ മുറ്റത്ത് എന്ത് ചെയ്യും, തൊഴുത്ത് പശുവിനെ കണ്ടിട്ട് വേണം, ഉണർന്ന് ആദ്യം കാണുന്ന പശുവിനെ കണ്ട് തൊഴുതിട്ടാണ്. ഇങ്ങനെയൊക്കെ സംസ്കാരം ഉണ്ടാകാൻ, അതിനൊക്കെ പിന്നീട് മാറിപ്പോയി. അതുകൊണ്ട് പാലുൽപ്പന്നങ്ങളും നാം കഴിക്കുന്നത് കൊണ്ട് നമ്മൾ ശരിക്കും പൂർണ്ണരായ വെജിറ്റേറിയൻ ഫാക്ടിക്കായിട്ട് പറയുകയാണെങ്കിൽ സസ്യങ്ങൾ മാത്രമേ കഴിക്കാവൂ. അങ്ങനെ ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. അവർ സസ്യഭൂക്കളെ പ്രകൃതി ചികിത്സക്കാരെന്നൊക്കെ പറയും. പ്രകൃതി ചികിത്സക്കാർ പറയുന്നത് പാല് തുടരുത്, പാലുൽപ്പന്നങ്ങളും വർജിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരോട് യോജിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് യോജിക്കാൻ പറ്റാത്തത്? കൃഷ്ണൻ പറയുന്നു പാലുൽപ്പന്നങ്ങളും കൊണ്ട് ജീവിക്കുക. പശുവിന്റെ പാൽ, അതിൽ നിന്ന് കിട്ടുന്ന പാല് കൊണ്ട് വെണ്ണ, തൈര്, മോര്, ഇതെല്ലാം മാത്രം കഴിക്കണമെന്നല്ല, ഇത് ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മള് ഹോമയജ്ഞം ഇവയൊക്കെ എന്തുണ്ടാവും? നെയ്യും കൂടെ വെണ്ണയും. കൃഷ്ണൻ വെണ്ണക്കള്ളൻ എന്നാണ് പേര്, മാക്കന് ചോര. അപ്പോ ശുദ്ധമായ വെണ്ണ കഴിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണ്? സാത്വിക ഭക്ഷണം. പാല് എന്താണ്? സാത്വിക ഭക്ഷണം. എന്നാൽ വെണ്ണ സാത്വികമാണ്, നെയ്യ് സാത്വികമാണ്, പാലുൽപ്പന്നം, മോര്, തൈര്, എന്തൊക്കെ ആയാലും കൊള്ളാം. ഒരാളിനെ ഭയങ്കര വെയിറ്റിരുന്നാണ് ഇച്ചിരി ഒരു മോര് ഒഴിച്ച് ആഹാരം കഴിക്കാൻ വളരെ തൃപ്തിയാണ്, ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ഇങ്ങനെ സാത്വിക ആഹാരങ്ങൾ നാം കഴിക്കും. സാത്വിക ആ ജീവിതം കൊണ്ട് നമുക്ക് ഈ ശ്രീകൃഷ്ണൻ പരമദൈവമാണ് എന്ന് പറയുമ്പോൾ അതിനോട് ഉൾക്കൊള്ളാൻ കഴിയും. നമ്മുടെ മനസ്സിന് അതിനെ കീഴ്പ്പെടാൻ സാധിക്കും. ഇല്ലെങ്കിൽ മനസ്സിലുള്ള കാമവിചാരങ്ങളും പാപ ചിന്തകളൊക്കെ ഉണർന്നിട്ട് ഇത് നമ്മൾ ഉൾക്കൊള്ളുകയില്ല. എപ്പോഴാണ് ശരിക്കും ഉൾക്കൊള്ളുന്നത്? ഒരിക്കൽ, അതിനെ വേറൊരു ഭാഷയിൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും. ഉൾക്കൊള്ളുന്നത് ഒരിക്കലും അതിൻ്റെ ജീവിതത്തിന്റെ തൻ്റെ മനോമണ്ഡലത്തിൽ കൃഷ്ണനെ തള്ളിക്കളയാനേ സാധ്യമല്ല. ചിലപ്പോൾ ഒരു ഫസ്റ്റ് ടൈം തന്നെ ഉൾക്കൊണ്ട് കഴിയും. അങ്ങനെ ശ്രീകൃഷ്ണനെ സ്നേഹിക്കാതിരിക്കാനാകും. അപ്പോൾ ഇതിനെ കൃഷ്ണ അവബോധം എന്ന് പറയും, കൃഷ്ണ തത്വം. ഗീതയിലൂടെ പഠിപ്പിക്കുന്ന, എനിക്കറിയാം ഒരുപാട് ഗീത പണ്ഡിതന്മാർ. ഇത് അവർ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്രാമറ്റിക്കൽ സൈഡ്, പല തർക്ക വിഷയങ്ങൾ, ഇതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറയും. പക്ഷെ ഗീത പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തത്വം കൃഷ്ണതത്വം, കൃഷ്ണ അവബോധം, കൃഷ്ണശാസ്ത്രം. അപ്പൊ നമുക്ക് ആരോടെങ്കിലും ഗീതയുടെ തത്വം എന്തെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയണം. എന്താണ്? കൃഷ്ണതത്വമാണ്. പക്ഷെ കൃഷ്ണതത്വം എന്താണ്? ഗീതയിൽ കൃഷ്ണതത്വം എന്ന് എഴുതി വെച്ചിട്ടില്ല. എന്താണ് കൃഷ്ണ അവബോധം? അഥവാ ഈ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെയാണ് എന്താണ്? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പോ ഞാൻ എൻ്റെ ജോലി സംബന്ധമായി ഒരു സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഒരു ഇൻസ്പെക്ടർ, അദ്ദേഹം എന്നോട് എൻ്റെ കുറിയും മാല ഇതൊക്കെ കണ്ടിട്ട് ചോദിച്ച്, ഇപ്പം പറഞ്ഞു ഞാൻ ഇസ്കോണിൻ്റെ ഫോളോവറാണ്, പ്രചാരകന്, പ്രവർത്തകനാണ്, ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നല്ല. അദ്ദേഹം ഒരു മുസൽമാൻ. അദ്ദേഹം എന്നോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ ഈ കൃഷ്ണ ഇസ്കോൺ എന്താണ്? ഇങ്ങനെ ചോദിച്ചാൽ ഒരു ഫീൽഡിലാണ്. എനിക്ക് എങ്ങനെയാണ് ഇസ്കോൺ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ.
പിണറായിക്ക് മനസ്സിലാവും. ഒന്ന് വേറൊരു കാര്യം, അയാളൊരു മുസൽമാനാണ്. ഹിന്ദുവിന് തന്നെ ഒട്ടും മനസ്സിലാവില്ല കൃഷ്ണാവബോധമാണ്. എന്നാൽ മുസൽമാൻ എങ്ങനെ മനസ്സിലാവും? വളരെ പ്രയാസം. ഇത് ചോദ്യം സിമ്പിളാണ് അദ്ദേഹത്തിന്റെ. എന്താണ് ഇസ്കൺ, എന്താ അവർ ചെയ്യുന്നത്? പെട്ടെന്ന് എനിക്കും എന്നോട് ഇങ്ങനെ എങ്ങനെയാണ് പറയുന്നത്, ഞാൻ പറയുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൽ വരണം എന്ന് പറയാം അല്ലേ. പെട്ടെന്ന് തന്നെ കൃഷ്ണൻ എനിക്ക് ഓർമ്മ. അതെ, എന്താണ് ഈ പ്രസ്ഥാനം കൃഷ്ണ കോൺഷ്യസ്? ഞാൻ പറഞ്ഞു, കൃഷ്ണൻ ആരാണ് എന്ന് പഠിപ്പിക്കുന്നതാണ്. വളരെ സിമ്പിളായില്ലേ? ഈ പ്രസ്ഥാനം എന്താണ്? കൃഷ്ണൻ ആരാണെന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ ഇയാൾ ഇനി ചോദിക്കും, ഈ കൃഷ്ണൻ പുരാണം, ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ല കഥാകൃത്തമാണോ അഥവാ നമ്മുടെ പുരാണത്തിലുള്ള കൃഷ്ണനാണോ? ഇത് എല്ലാവർക്കും അന്യമതസ്ഥർക്ക് അറിയാം കൃഷ്ണൻ ആരാണ്. ഈ കൃഷ്ണനെ കുറിച്ച് ഇത് ആരാണ് കൃഷ്ണൻ എന്ന് പഠിപ്പിക്കുന്നതാണ് കൃഷ്ണാവബോധം. ഇത് ശരിക്കും കൃഷ്ണൻ ആരാണ് എന്ന് പഠിക്കേണ്ടത് ഹിന്ദുക്കളാണ്. ആക്ച്വലി ഈ കൃഷ്ണാവബോധത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് കൃഷ്ണ കോൺഷ്യസ് പ്രസ്ഥാനത്തിന് ഒരു ഹിന്ദു എന്ന് പറയുന്ന വ്യക്തിയെ കൃഷ്ണാവബോധം കൊടുക്കുന്നതാണ്. നേരെ മറിച്ച് ഒരു അന്യമതസ്ഥൻ, അയാൾ ഫെനറ്റിക് അല്ല, വളരെ നിർമ്മലനാണ്, മറ്റു മതസ്ഥിലാണ്, അയാളെ എളുപ്പമാണ് കൃഷ്ണാവബോധം എന്താണെന്ന് പറഞ്ഞത്. മതത്തിൽ തന്നെ മതത്തിന്റെ ഒരു ദൂഷ്യം, അവര് മതത്തിൽ സങ്കുചം, ഫെനറ്റിക്, ആൾ തന്നെ ഭ്രാന്തനായിത്തീരും, മതഭ്രാന്തൻ. അതായത് നമ്മൾ കൃഷ്ണാവബോധർ വാസ്തവത്തിൽ ഒരു മതത്തിലും ഉള്ളവർ അല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല. നമ്മളെ ഹിന്ദു എന്ന് നമ്മളല്ല പറയുന്നത്. പക്ഷെ ആരാ പറയുന്നത്? ഇത് ഗവൺമെന്റ് ആണ് പറയുന്നത് നമ്മൾ ഹിന്ദു ആണ്. നമുക്കത് അംഗീകരിച്ചുള്ളൂ. കാരണം ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിലാണ് നമ്മൾ ഉള്ളത് അല്ലേ. അപ്പൊ പിന്നെ ഹിന്ദു എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും, നിശ്ചയിക്കേണ്ട തന്നെ. പക്ഷെ അവബോധപരമായി അല്ലെങ്കിൽ ധാർമ്മികമായി നമ്മൾ ആരും എന്തല്ല, ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയുമല്ല, മുസൽമാനുമല്ല. ഇതെല്ലാം മതങ്ങളാണ്. ഹിന്ദുമതം എന്നൊരു മതമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാൽ വാസ്തവത്തിൽ എന്തില്ല? മതമില്ല. മതമുണ്ടെങ്കിൽ ആ മതത്തിന്റെ സ്ഥാപകനാര് എന്ന് ഞാൻ പറയുന്ന ഹിന്ദു മതമുണ്ട് എങ്കിൽ ഞാൻ ബാധ്യസ്ഥനാണ്. ഇതിന്റെ സ്ഥാപകൻ ആരാണ്? ഈ മതം എന്നാണ് സ്ഥാപിച്ചത്? ഈ മതത്തിന്റെ തത്വം എന്താണ് ആ മതം പ്രചരിപ്പിക്കുന്നത്? ഇതില് മൂന്നാമത്തത് ആൻസർ പറയാൻ കഴിയും. അതായത് ക്രിസ്തു മതം എന്താണ് എന്ന് ചോദിച്ചാൽ അത് എന്ന് വന്നു എന്ന് നമുക്കറിയാം. ഇസ്ലാം മതം എന്ന് വന്നു എന്നറിയാം. നേരെ മറിച്ച് ഹിന്ദു മതം എന്ന് വന്നു എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മതം ഇല്ലാത്തത് കൊണ്ടാണ്, ആരും ഒരു വ്യക്തിയും സ്ഥാപിക്കാത്തത് കൊണ്ടാണ് മതം അല്ല എന്ന് പറയാൻ. പക്ഷെ ഗവൺമെന്റിന്റെ ഭൗതികമായ ഭരണതലത്തിന് കീഴിൽ നാം ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് നമ്മെ അവർ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ സ്കൂളിലേക്ക് ഹിന്ദുവാണ് എന്ന് രേഖപ്പെടുത്തി. അവരെങ്ങനെ രേഖപ്പെടുത്തുവാണ്? ഒരാൾ ക്രിസ്ത്യാനിയുമല്ല, ഒരാൾ മുസ്ലിമും അല്ലെങ്കിൽ അയാള് ഹിന്ദു എന്ന് പറയും. ഇതാണ് എൻ്റെ. ഈ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഒക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് വരെ എന്താണ് ഉണ്ടായിരുന്നത്? ഹിന്ദു അല്ല, ഒന്നുമില്ല, ഹിന്ദുവില്ല, ഹിന്ദുവിന് പേരേ ഇല്ല, ഒരു പേരും ഇല്ലായിരുന്നു. അപ്പോ ഏതൊരു ധർമ്മസംഹിത ഉണ്ടായി. ധർമ്മം, അവർ ധർമ്മം ഉൾക്കൊള്ളും. ധർമ്മം എന്നാണ് അതിന് പറയുന്നത്. അത് സനാതന ധർമ്മമാണ്. പക്ഷേ സനാതന ധർമ്മം എന്ന് എന്തുകൊണ്ടാണ് അവർ പറയാത്തത്? കാരണം അവർക്ക് ധർമ്മത്തിന്റെ പരിമിതിയിലുള്ളത് മാത്രമേ. ഒരു ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ മുസൽമാനാണ്, അവർക്ക് അത് മാത്രമേ അറിയാവൂ. അതേ കണ്ണാടിയിൽ തന്നെയാണ് ഈ ധർമ്മത്തെ അവർ നോക്കുന്നത്. അപ്പോൾ അവര് ഹിസ്റ്ററിയിലൊക്കെ പറയുന്ന അത് ഇൻഡസ് വാലീസ്, സിന്ധു നദീതട തീരത്ത് താമസിക്കുന്ന ഈ കൾച്ചർ ഉണ്ടല്ല, ആര്യന്മാർ എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ ചിന്ത ആര്യൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ പറയുന്ന ആര്യനല്ല. ആര്യൻ എന്ന് പറഞ്ഞാൽ അവര് ദേശത്തിന്റെ തെക്ക് വടക്ക് ഇതിനൊക്കെ ആസ്പദമാക്കിയാണ് ആര്യന്മാർ, പൂണന്മാർ എന്നൊക്കെ പറയും. അതല്ല, ആര്യൻ എന്നാൽ സനാതന ധർമ്മത്തിന് പറഞ്ഞു ജീവിത മൂല്യങ്ങളെ കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ളവൻ, ബോധമുള്ളവൻ ആണ് ആര്? ആര്യൻ. അപ്പോ ഒരു സനാതന ധർമ്മി എന്താണ്?
ആര്യനാണ്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ജീവിതത്തിന്റെ മൂല്യത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടാണ് ശരിയായ കൃഷ്ണാവബോധപരമായിട്ട് അറിയാം എങ്കിലും നമ്മൾ ആര്യനാണ്, ശ്രേഷ്ഠനായവൻ. ഇതാണ് ആ സിന്ധു നദീ തടത്ത് ഉണ്ടായിരുന്ന ഒരു സംസ്കാരം. അപ്പൊ മറ്റുള്ളവർ വന്നപ്പോ അവരുടെ ജീവിത രീതി കൊണ്ട് ഇതിനെ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റില്ല. അവരിവിടെ വന്നിട്ടുള്ളത് അവരെന്തോ ഉന്നതമായ സാധനമാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രചരിപ്പിച്ച് അതിനെ വലുതാക്കാൻ, അതിന് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ തള്ളൽ എന്ന് പറയും. ഒന്നിനും നേരെ നിന്ന് നിലനിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിനെ തള്ളിപ്പിടിച്ച് എന്ത് ചെയ്യും? മഹത്വം ഉണ്ടാകും. അങ്ങനെയാണ് പല ആളുകളും അയാൾക്കില്ലാത്ത ക്വാളിറ്റിയെ മറ്റുള്ളവർ പ്രോ വർക്ക് എന്ന് പറയും. പ്രൊപ്പഗാൻഡ വർക്ക് ചെയ്ത് തള്ളിപ്പിടിച്ചിരുന്നു. അവസാനം ഈ തള്ളിയതെല്ലാം കൂടെ മൂട്ടിൽ വീഴുകയും ചെയ്യും. അതുപോലെ മതം പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ്, തള്ളൽ കൊണ്ടാണ്. അതുപോലെ ഇവർ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒന്നും പറയാനേ കഴിയില്ല. അപ്പോൾ ഒരു പേരങ്ങ് അടിച്ചു, ഹിന്ദു. ഇതാണ് നമ്മൾ ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കുക, നമ്മളാരും എന്തല്ല, ഹിന്ദുക്കൾ അല്ല. യഥാർത്ഥത്തിൽ ഭൗതിക ചുറ്റുപാടിൽ ഹിന്ദു എന്ന് പറയും, നമുക്ക് അങ്ങനെ പറയാനും പറ്റുള്ളൂ. പക്ഷെ ബോധമണ്ഡലത്തിൽ നിന്ന് മനസ്സിലാക്കുക നമ്മൾ ഹിന്ദു അല്ല. ഭഗവാൻ പറയുന്നു മമൈവ അംശോ ജീവലോകേ ജീവഭൂത സനാതന. എത്രത്തോളം ഭഗവാൻ സനാതനമാണോ ജീവനും എന്താണ് സനാതനമാണ്. അപ്പൊ സനാതന ധ്യാനിച്ചപ്പോൾ പല പല ക്ലാസ്സുകൾ, ഒരു ക്ലാസ് കൊണ്ട് നമുക്കത് അറിയാൻ പറ്റില്ല എന്നാണ്. അപ്പോ ശ്രീകൃഷ്ണന്റെ മതം എന്താണോ, ശ്രീകൃഷ്ണൻ എന്താണോ മതം എന്ന സംസ്കൃതത്തിൽ മതം എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ, അഭിപ്രായം. കൃഷ്ണൻ മതത്തിൽ പറയാം നേ മത മമ മത, എന്റെ അഭിപ്രായം എന്ന്. അപ്പൊ ശ്രീകൃഷ്ണന്റെ അഭിപ്രായം എന്താണോ അതാണ് എന്റെ സനാതന ധർമ്മം. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഈ സനാതന ധർമ്മം ഭഗവാനാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ മതങ്ങളും ഉണ്ടായിരിക്കുന്നത് ക്രിസ്തുവിന് ശേഷം ക്രിസ്തു മതം എന്ന് പറയും. അതിനെ നബിക്ക് ശേഷം അതിനെ അവർ ഇസ്ലാം മതം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൃഷ്ണന് ശേഷം കൃഷ്ണന് തത്വം എന്ന് പറയുന്നു. അവനൊരു മതം പറയണ്ടേ, കൃഷ്ണമതം. അതിൻ്റെ പേരാണ് കൃഷ്ണധർമ്മം അല്ലെങ്കിൽ സനാതന ധർമ്മം. അപ്പോൾ അത് മനുഷ്യൻ നിർമ്മിതമായ മതങ്ങളെല്ലാം നിർമ്മിച്ചതെല്ലാം ഒരു ജനിക്കപ്പെട്ട, അതിനെല്ലാം ഒരു തുടക്കവും അവസാനവുമുണ്ട്. സനാതന ധർമ്മം എന്താണോ ഇത് എന്ന് തുടങ്ങിയെന്നോ എന്ന് അവസാനിക്കുന്നോ ഇല്ലാത്തതാണ്. ആദ്യ അന്തരഹിതം, ആകയാൽ മദ്യവും ആദ്യന്ത മദ്യരഹിതമായതാണ് സനാതന ധർമ്മം. അപ്പോ ഈ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ ധർമ്മം, ശ്രീകൃഷ്ണ ഭഗവാന്റെ വചനങ്ങളും അഭിപ്രായം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ശ്ലോകത്തിന്റെ വ്യപാശ്രിത്യ, എന്നെ ആശ്രയിച്ചുകൊണ്ട് എന്നത്. ആരാ പറയുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ. ഏ അതിശുഹു പാപയോനയ, ശ്രീകൃഷ്ണ ധർമ്മത്തെ ഉൾക്കൊള്ളാൻ ശാരീരികവും അല്ലെങ്കിൽ ബൗദ്ധികവുമായി അവബോധപരവുമായി ആരാണോ കഴിവില്ലാതിരിക്കുന്നത് അവർ. അപ്പൊ അതിന് പല ജ്ഞാനത്തെ ഉൾക്കൊണ്ട് മനസ്സ് സ്വീകരിക്കാത്തത് കൊണ്ട് അവർക്ക് അതിന് ഉറച്ച ബുദ്ധിയിൽ കൊടുക്കാത്തതുകൊണ്ട് ഈ ബുദ്ധി പരിശീലിക്കുന്ന, ബുദ്ധിയെ നിലയ്ക്ക് നിർത്താൻ അതിന് തപസ്, എന്താ തപസ്, വലിയ ധ്യാനം ഇവയൊക്കെ ചെയ്യും. അങ്ങനെ തപസ്, ധ്യാനം ഇവയൊക്കെ ചെയ്യുന്നെങ്കിൽ സാധാരണ ജീവിതം പറ്റൂല. അങ്ങനെ കൊണ്ടായി തപസ്സൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഭക്തന്മാരെ തന്നെ കുറച്ചേരെ ഇരിക്കാൻ വേണ്ടി നമ്മളൊക്കെ വിടും. ഞാൻ ക്ലാസ് എടുക്കുന്ന ചിലർ ഉൾക്കൊള്ളാൻ കഴിയാതെ ഒന്ന് കേൾക്കാൻ ആരും കുറ്റമല്ല, ഉറങ്ങിപ്പോകും. നിങ്ങൾ ക്ലാസ് എടുത്താൽ ഞാനും ഇരുന്ന് ഉറങ്ങും. അങ്ങനെ അപ്പോ ഇത് എന്ന് വെച്ചിട്ട് ഇയാൾ ചെവിത്തെന്ന് പറഞ്ഞാൽ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് മനസ്സിലാവും. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിൽ ധ്യാനം ഇതിലേക്ക് ഉറച്ച് ഇത് ഉൾക്കൊള്ളാനായിട്ട് ചില ചിട്ടപ്പെട്ടു. അപ്പം ധ്യാനിക്കാൻ പോകുന്നവൻ ഭൗതിക മണ്ഡലത്തിന്റെ ഭൗതിക ആവിഷ്കാരത്തിൽ നിന്നും അതിൻ്റെ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. ആഹാരം സാത്വികമായി കഴിക്കണം. അതിന് കുറെ ചിട്ടവെട്ടുകൾ, അത്
രുചിയുള്ള ഭക്ഷണമാണെങ്കിലും വയറ് വീർത്ത ഉടൻ നിർത്തണം. ഇതൊക്കെയാണ് ധ്യാനത്ത് പോകുമ്പോൾ. ധ്യാനം പോയിരിക്കുന്നത് എത്ര നേരെ കഴിക്കാവൂ, ഇങ്ങനെ ഒരു ചൊല്ലി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോ ഉത്തം യോഗി, ഒരു ദിവസം 2 നേരം കഴിക്കുന്നവൻ ആരാണ്? അറ്റ്ലീസ്റ്റ് അവന് യോഗി. യോഗി എന്നാൽ ശ്രീകൃഷ്ണന്റെ മതത്വമായിട്ട് നിനക്ക് യോജിപ്പുണ്ട്. ശ്രീകൃഷ്ണൻ എന്താണോ പറയുന്നത്, ധർമ്മം സനാതന ധർമ്മം, അതിനോട് നിനക്ക് യോജിപ്പുണ്ടോ? നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ? ഇത് പരിശീലിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ഒരു ഉൾക്കൊണ്ടാലും സ്ലിപ്പായിരിക്കും, ചാടിപ്പോകുമായിരിക്കും. ചാടിപ്പോയിരിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ചിട്ടയായ ആഹാരം. എന്തുകൊണ്ടെന്നാൽ ഈ ആഹാരം കഴിക്കും തോറും അവബോധമല്ല വളരുന്നത്. എന്താണ് വളരുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ത്വരയാണ് വളരുന്നത്. നിങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ത്വര വളർന്നുകൊണ്ടിരിക്കും. കാരണം അതിന്റെ ജോലി അത് ഉൾക്കൊള്ളുക, അത് സ്വീകരിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനോട് കുരങ്ങിന് ഏണി വെച്ചു കൊടുക്കാന്ന്. കുരങ്ങ് ഏണിയൊന്നും ഉണ്ടെങ്കിലും ചാടും. ഏണിയും കൂടെ വെച്ചു കൊടുത്താലോ ഭയങ്കര ചാട്ടം ചാടും. അതുപോലെ നമ്മളും ശരീരം നിലനിർത്തുന്നതിന് ആഹാരം വേണം. പക്ഷെ അത് എപ്പോ എത്ര കഴിക്കണം പഠിച്ചിരിക്കണം, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു സമൂഹ സ്ഥിതിയിലാണ് ജീവിക്കുന്നത്. ധ്യാനം ചെയ്യൂ നിങ്ങൾ ഇല്ല. വീട്ടിൽ ആഹാരം വളരെ നല്ല രുചിയായ ഭക്ഷണം അത് കൂടുതൽ അടിക്കും. അപ്പൊ അമ്മ പറയും ചിലപ്പം അത് കളയണ്ട, അത് അതും കൂടെ കിട്ടുന്ന ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ. അതുകൊണ്ട് ഇയാൾ മാറി നിൽക്കേണ്ടത് മണ്ഡലത്തിൽ. അങ്ങനെ ധ്യാനം പരിശീലിക്കണം, 2 നേരം ആഹാരം കഴിക്കണം. ഇന്ന് പറയുമ്പോ അഭിശിഹു പാപയോനയ, രണ്ടാമത്തെ സ്ത്രീയ വൈശ്യ ശൂദ്രസ്തത, സ്ത്രീകൾ. അപ്പൊ ഈ ധ്യാനം ശ്രീകൃഷ്ണൻ പരമദൈവമാണ് എന്ന് പറഞ്ഞ സനാതന ധർമ്മം ഉൾക്കൊള്ളുന്നതിന് ഭഗവാനോട് എന്നെ ആശ്രയിച്ചു കൊണ്ട് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും. നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ എന്നെ നിങ്ങൾ ആശ്രയിച്ചാൽ മതി. അപ്പോ സ്ത്രീകളുടെ ശാരീരികമായ അവസ്ഥ കൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ഭയങ്കര ചിട്ടവട്ടങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് പാലിക്കാൻ. നിങ്ങൾ 2 നേരം ആഹാരം ഇത്രേ കഴിക്കാവുന്നൊക്കെയുള്ളൂ. സ്ത്രീകൾ അവരുടെ ധർമ്മം പറയും. അവർ ഗർഭിണികളാവും, അവർ കുട്ടികളെ നിർമ്മിക്കുന്നു, അവർ പാലുകുട്ടി വളർത്തുന്നു. സമൂഹത്തിൽ സ്ത്രീ അമ്മയായിട്ട് അവർക്ക് പുരുഷന്മാരെ പോലെ ഇത്തരം ധർമ്മങ്ങളൊന്നും. ഇവിടെ ചില ആളുകൾ തെറ്റിദ്ധാരണയാണ്. ഈ സ്ത്രീകളെ പാപയോനി എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ എന്തല്ല പാപയോന എന്നിവിടെ പറയുന്നത് നാം നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികമായി തന്നെ ഈ ധർമ്മത്തെ ഉൾക്കൊള്ളാൻ കൽപ്പില്ലാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ളവർ സ്ത്രീ എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ ജനങ്ങൾ എല്ലായിടത്തും പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഭൗഗീത പറയണു സ്ത്രീകളെല്ലാം പാപയോനികളാണ്. അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കരുത്. നിങ്ങൾ സ്ത്രീകൾ സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളുകളാണ്, അമ്മയാണ്. അപ്പൊ അതുപോലെ ഇത് കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് വലിയ തപശ്ചര്യകളോ മണ്ഡലങ്ങളോ ഇതുപോലുള്ള വ്യവസ്ഥകളോ അംഗീകരിക്കും. അതുകൊണ്ട് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് പോലും അങ്ങനെ അവസ്ഥയിൽ അവർക്കും ഒരുപക്ഷെ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കണം, അല്ലെ? 8 അംഗങ്ങൾ പുരുഷന്മാർ ചെയ്യാൻ. ഒരു സ്ത്രീക്ക് അങ്ങനെ പറ്റുമോ? അവരുടെ ശാരീരിക ഘടകം കൊണ്ട് അവർ സാഷ്ടാംഗം നമസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ അവർ മുട്ടുകുത്തി തല മുട്ടി നമസ്കരിക്കുന്നു. അല്ല, നിങ്ങൾ സാഷ്ടാംഗം മുട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ സ്വീകരിച്ചിട്ടില്ല എന്ന് കൃഷ്ണൻ പറയുന്നു. അപ്പോ ഭഗവാൻ പറയുന്നത്, അപ്പോ അതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പല വൈകല്യങ്ങളും അവർക്കുണ്ടെങ്കിൽ തന്നെ ആ സ്ത്രീ പോലും എന്നാണ് അർത്ഥം. അതായത് ഒന്ന് വായിച്ചിട്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പോ ഈ ഭഗവത്ഗീത ജ്ഞാനം സനാതന ധർമ്മം നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു പുസ്തകവും എന്റെ ലിറ്ററൽ നോളജും കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ വിദ്യാഭ്യാസ മണ്ഡലത്തിലും അധ്യാപകരുടെ ആവശ്യമില്ല. എന്താ? അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി കൊടുത്തിട്ട് അവർക്ക് സ്വയം ലിറ്ററൽ നോളജ് മാത്രം കൊടുത്താൽ മതി. അത് അവർ വായിച്ച് മനസ്സിലാക്കും. ഒരിക്കലും സാധ്യമല്ല ഒരു ഭൗതിക വിഷയത്തിൽ പോലും. അങ്ങനെ ഇരിക്കെ ആത്മീയ വിഷയത്തിൽ എങ്ങനെയാണ് സാധിക്കുക? അപ്പോ അതുകൊണ്ട് ഈ ഭഗവത്ഗീതയിൽ എന്തുണ്ട്?
അത് ആചരിക്കാൻ ഭഗവാൻ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വന്ന് ആ കാണിച്ചു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല അവർക്ക്. ഉദാഹരണത്തിന് എനിക്കിപ്പോ ഓർമ്മ വന്നത്, ഞാൻ മുമ്പൊരിക്കൽ എൻ്റെ ഒരു റൂമിനകത്ത് ഇപ്പം കിടന്നുറങ്ങുമ്പോൾ അതിൽ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊതുക് കയറായിരിക്കും അകത്ത് നിന്നിട്ട്. പുറത്തൂടെ ജനാലയിൽ ഈ 2-3 പൂച്ചക്കുട്ടികൾ. ഈ പൂച്ചക്കുട്ടികൾ ഞാൻ രാവിലെ വെച്ച് നാമം ജപിക്കുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്തൊരു ചായ്പിലാണ് ഈ പൂച്ചക്കുട്ടികൾ നടക്കുന്നത്. ഞാൻ വെളിയിൽ നാമം ജപിച്ച് കിടക്കുമ്പോൾ എൻ്റെ കൂടെ വരും. ഞാൻ വെളുപ്പിലെ റൂമിൽ ഈ ലൈറ്റ് ഇട്ട് നാമം ജപിക്കുന്ന പൂച്ച വെളി ഉണർന്നിട്ടില്ലെങ്കിലും നേരം വെളുത്തിട്ടില്ലെങ്കിലും ഈ ഹരേ കൃഷ്ണ കേട്ടുകൊണ്ട് വരും. അപ്പൊ ഞാൻ കാറ്റ് കിടക്കുന്നതിന് ജനൽ തുറന്നിട്ടേ ചാടി അതിൽ കയറി. അപ്പൊ ഈ കൊതുകുല നെറ്റ് അത് കിടക്കുന്നതുകൊണ്ട് എന്റെ മുറിക്കകത്ത് എന്നെ കയറാൻ പറ്റില്ല. അപ്പൊ അതിൽ പിടിച്ച് ഈ ജനാലയുടെ കമ്പി കൂടെ ഇങ്ങനെ പിടിച്ചു. അപ്പോ ഇതിനകത്ത് കയറ്റാൻ എനിക്ക് പറ്റത്തില്ല പൂച്ച. അപ്പൊ ഞാൻ നെറ്റ് തുറക്കത്തില്ല. അപ്പൊ ഈ 2-3 പൂച്ചക്കുട്ടികൾ ഇന്ന് കയറി. അപ്പോ മുകളിൽ കയറി പോയിട്ട് പിന്നെ സ്ഥലമില്ല, അകത്ത് കയറാനും പറ്റില്ല. അപ്പോ ഒരു പൂച്ചക്കുട്ടി ഇറങ്ങാൻ പറ്റുന്നില്ല, തിരിച്ച് താഴെ പോകാനും പറ്റുന്നില്ല. അപ്പൊ 3 പൂച്ചക്കുട്ടികളുണ്ട്. അപ്പൊ 2 പൂച്ചക്കുട്ടികൾ താഴോട്ടണേ. ഇവൻ അവിടേക്ക് തിരിഞ്ഞ് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ താഴ്ച കൊണ്ട് പേടിച്ചിട്ട് ഇറങ്ങാൻ മേലെ അവിടെ കിടന്ന് വിളി, ഭയങ്കര വിളി. അപ്പൊ 2 പൂച്ചക്കുട്ടികൾ ഇറങ്ങി. ഇവർക്ക് കാര്യം മനസ്സിലായി, ഇവൻ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇനി മുകളിലിരുന്ന് വിളിയാണ്, ഇനി മുകളിലോട്ട് പോകാനും വയ്യ. അപ്പോ മറ്റു പൂച്ചക്കുട്ടികളിൽ നിന്ന് വിളിക്കുകയാണ്, ഇറങ്ങുന്നില്ല. ഞാൻ മുറിക്കകത്ത് കയറ്റുന്നു. ഒരു പൂച്ചക്കുട്ടി ഇതിന്റെ അതിൽ പിടിച്ച് മോളിൽ കയറിയിട്ട് അതിന്റെ അടുക്ക ഇരുന്ന് ഇങ്ങനെ താഴോട്ട് പിടിച്ച് ഇറങ്ങുന്ന കാണിച്ചു കൊടുക്കും. അത് ഇയാൾ താഴോട്ട് നോക്കി ഇറങ്ങാൻ പറ്റത്തില്ല, ടെൻഷൻ. മുകളിലോട്ടൊന്നും ഇരുന്നോട് ഇങ്ങനെ താഴെ ഇറങ്ങി പോയി. മറ്റു 2 പൂച്ചക്കുട്ടികളും അങ്ങനെയാണ് ഇറങ്ങിയത്. ഇവിടെ ഈ പൂച്ചക്കുട്ടി കയറി മുകളിൽ ഇത് കാണിച്ചു കൊടുത്തവൻ മറ്റവൻ പിടികിട്ടി. ഉടൻ തന്നെ അവൻ അതേപോലെ താഴ്ത്തി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ സൈറ്റ് ചെയ്തത്, ഈവൻ അവരുടെ ജീവിത മണ്ഡലത്തിലുള്ള ഒരു ജീവിയുടെയും ഒരു മനുഷ്യന്റെയും മറ്റൊരാൾ എങ്ങനെയാണ് ശരിയായ ഒരെണ്ണം ചെയ്യണമെന്ന് ഈവൻ ഹാവ് ടു സൈറ്റ് ബൈ എക്സാമ്പിൾ. അതുകൊണ്ട് ഒരു ബുക്കിൽ ഭഗവത്ഗീത നോളജ് ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു കാരണവശാലും നമുക്ക് ഭഗവത്ഗീതയ്ക്കകത്ത് എന്ത് പറഞ്ഞു ഉൾക്കൊള്ളാൻ സാധ്യമല്ല. സോ അതുകൊണ്ട് നമ്മൾ പ്രഭുപാദിന്റെ നമ്മുടെ ഹൃദയ കമലങ്ങളിൽ നിന്നും കൃഷ്ണ കോൺഷ്യസിനോട് ഇസ്കോണിൽ വന്നിട്ടുണ്ടോ? ഒരിക്കലും ശ്രീല പ്രഭുപാദിനെ പറിച്ചു കളയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ബ്ലഡ്, ജീവരക്തം തന്നാണ് ഈ കൃഷ്ണഭക്തന്മാരുടെ ഇസ്കോണിൽ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അത്രയ്ക്ക്. കാരണം എത്രയോ ഭഗവത്ഗീത അധ്യാപകരുണ്ട്, എത്രയോ യൂണിവേഴ്സിറ്റിയിലുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്, ഡോക്ടറേറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ഗീതയിൽ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കും കൃഷ്ണാവബോധമില്ല. നോക്കുന്ന അവസ്ഥ, PhD അവസ്ഥ. ഗീതയിൽ ഡോക്ടറേറ്റ് എടുത്ത എത്രയോ ഡോക്ടർമാരുണ്ട്, അവരുടെ വിഷയം ഗീതയാണ്. പക്ഷെ കൃഷ്ണാബോധം അവർക്കില്ല. നോക്കൂ, എന്തുകൊണ്ടാണ്? അവർ ഒരു കൃഷ്ണഭക്തനിൽ നിന്നല്ല ഗീത. അപ്പൊ ഭഗവാൻ പറയുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് അറിയണോ? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. എന്റെ തത്വത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാളിന് ഈ ഗീത എങ്ങനെയാണ് നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് മനസ്സിലാക്കാൻ സാധ്യമുള്ളൂ. അതുകൊണ്ടാണ് ഭക്തൻ ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ എല്ലാ പേരിന്റെയും ചേർന്ന ദാസ്. എന്റെ ഗുരു, എന്റെ പേരിട്ട് ഇനിഷ്യേഷൻ 9, എന്റെ പേര് പത്മനാഭൻ. അപ്പോ അദ്ദേഹം ഇങ്ങനെ എനിക്ക് തരാൻ വേണ്ടി മാലയൊക്കെ എടുത്തു വെച്ചിട്ട് പത്മനാഭ കൃഷ്ണ പത്മനാഭ കൃഷ്ണ ദാസ് എന്നാണ്. ദാസരായിട്ടാണ്, മറ്റൊരു ഭക്തന്റെ ദാസനായിട്ടാണ് എല്ലാവരും. ആ ദാസഭാവത്തിലാണ് ഇസ്കോൺ എല്ലാ ഭക്തന്മാരും. അപ്പോ ഇവിടുത്തെ ശ്ലോകം
ശ്രീയോ വൈശ്യസ്തഥാ ശൂദ്രാസ്തേ അഭിയാന്തി പരാം ഗതിം. അപ്പൊ 3 ബ്രാഹ്മണർ നമുക്കറിയാം, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അപ്പോ ഈ അടുത്ത 3 ആൾക്കാർക്കും എന്നെ ആശ്രയിച്ചുകൊണ്ട് ഈ തത്വത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ നമ്മൾ ബ്രാഹ്മണർ എന്ന് പറഞ്ഞ ആരാണ്? വാസ്തവത്തില് ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച അല്ലെങ്കിൽ ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ച ആ കുടുംബ ഒരിക്കലും ശ്രീമദ് ഭഗവത്ഗീത അത്തരം ഒരു ബ്രാഹ്മണിക്കൽ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവബോധത്തെ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഒരാൾ ഈ കൃഷ്ണതത്വം ഉൾക്കൊണ്ടാൽ അയാൾക്ക് ആ ബ്രാഹ്മണ ക്വാളിറ്റിയിലേക്ക്, അതുകൊണ്ട് ഒരു ഹെറിഡിറ്ററി ടൈറ്റില് അല്ല ബ്രാഹ്മണൻ. പക്ഷെ നമുക്കിപ്പോ അങ്ങനെ സമ്മതിക്കാൻ പറ്റും. കാരണം ഭൗതിക ജീവിതത്തിന്റെ ഭരണ വ്യവസ്ഥയ്ക്ക് അങ്ങനെ ഒരു വ്യവസ്ഥയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ചാതുർവർണ്ണൻ അല്ല, മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഗീതയിൽ നിന്നും ഒരാളിന് സാധാരണക്കാരന് തത്വം ഉൾക്കൊള്ളാൻ കഴിയാത്തത്. ഇതിനൊരു ഹരിശ്രീ ഉണ്ട്. ഏത് വേയിലാണ് ഇത് പഠിക്കേണ്ടത്? എല്ലാം പഠിക്കുമ്പോഴും ഹരിശ്രീ എന്ന് പറയും. ആദ്യമായിട്ട് പഠിക്കേണ്ട വേ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിക്കണം. ABCD അറിയാന്ന് വെച്ചിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇതെങ്ങനെയാണ് ചെയ്യേണ്ട ഒരു ലാംഗ്വേജ് ഉണ്ട്, ആൽഫബറ്റ് ഉണ്ട്. ഇതനുസരിച്ച് പോയാല് അവർ കൊടുക്കുന്ന പുള്ളി, വട്ടം, അത് ഇത് ഇന്നതാണ്, ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇതാണ് അതിന്റെ ഹരിശ്രീ. അതുപോലെ ആധ്യാത്മികത്തിൽ വരുമ്പോ ആധ്യാത്മികത്തിൽ ആദ്യം ഈ തൊട്ട് ഒരാൾ പഠിക്കേണ്ടത്. അത് എവിടെ നിന്ന് പഠിക്കും? യൂണിവേഴ്സിറ്റി ചെന്നാൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ശ്രീല പ്രഭുപാദ് സാവൻ ഇസ്കോൺ ദ വണ്ടർഫുൾ യൂണിവേഴ്സിറ്റി. ഇതിനകത്തുനിന്ന് കൃഷ്ണഭക്തന്മാരിൽ നിന്നും എല്ലാവരും അവർക്ക് എന്താ ഒരു ബ്രാഹ്മണത്തെ ക്വാളിറ്റി തന്നെ അയാൾക്ക് വേണം എന്നില്ല. അല്ലാതെ ഒരു ക്ഷത്രിയനോ ഒരു വൈശ്യൻ, കച്ചവടക്കാരെ എപ്പോഴും ഹോസ്പിറ്റലായിരിക്കും. പക്ഷെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഥിതിയിൽ ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുന്ന പാപയോഗ്യനായ അവർക്ക് പോലും ഈ കൃഷ്ണാവബോധത്തെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന്. ഇപ്പോ എല്ലാ ബ്രാഹ്മണ കുലത്തിലും സാധാരണയായി ചെയ്യുന്നത് മറ്റുള്ളവരുടെ വ്യത്യാസം. ബ്രാഹ്മണർ ഗായത്രി ജപിക്കും. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഗായത്രി. അപ്പോ ഈ ഗായത്രി ഒരു വേദമന്ത്രമാണ്. ആർക്കും ഗായത്രി ജപിക്കണമെങ്കിൽ എന്താ വേണം? അവർ കൊടുക്കും, ഗായത്രി ജപിക്കാനായിട്ട് കൊടുക്കും. അതില് അങ്ങോട്ടില്ല അല്ലാത്തവർ. പക്ഷെ ഗായത്രി മന്ത്രം ഇപ്പം അങ്ങനെ ജപിക്കാവോ എന്ന് ഒരു ബ്രാഹ്മണൻ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ? യേശുദാസ് ഗായത്രി മന്ത്രം പാട്ട് മൊബൈൽ എടുക്കണം. ചിലപ്പോ ഇപ്പൊ എന്റെ പാട്ട് ഗായത്രി മന്ത്രമാണ്. ഇങ്ങനെ ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ ഈ ഗായത്രി? ബ്രാഹ്മണെല്ലാം ഒരു ബ്രാഹ്മണരായിരിക്കുന്നത് ഈ ഗായത്രി ജപിച്ചിട്ടാണ്. ഗായത്രി ജപിക്കുമ്പോൾ ഭയങ്കര ബുദ്ധി വരുമോ? എന്നാ ശരി, ഒരു സംസ്കൃത പണ്ഡിതന് ഈ ഗായത്രി മന്ത്രം എടുത്ത് വെച്ചിട്ട് വായിക്കാൻ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓരോ പദങ്ങളുടെയും സംസ്കൃതത്തിന്റെ അർത്ഥം അതിനകത്ത് കൊടുക്കും. ഈ സംസ്കൃതം പഠിച്ചവർക്ക് ഈ അർത്ഥം അറിയാം. ഇതെല്ലാം കൂടെ അവർ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും ഇതാണ് ആ ഗായത്രി മന്ത്രം, ഇതാണ് ഭയങ്കര മന്ത്രമായിട്ട് ഇവർ ചെയ്യുന്നത്. ഇതിലെന്തായിരിക്കും? ഇതെല്ലാവർക്കും ജപിക്കാൻ ഒരാൾ കയറിയാണെങ്കിൽ ജപിച്ചാൽ വാസ്തവത്തിൽ ഇപ്പോൾ നമുക്ക് പലർക്കും തന്നെ ഗായത്രി മന്ത്രം എന്നാൽ ജപിക്കുന്നതാണ്. ഇത് ജപിക്കുമ്പോൾ ഇപ്പൊ നമ്മളൊരു പഴം കഴിക്കും. ആ പഴത്തിൽ A ഉണ്ട്, ഇന്ന ഇത്ര %, B ഉണ്ട് ഇത്ര, C ഉണ്ട് ഇത്ര % എന്നറിഞ്ഞിട്ടാണ് എല്ലാവരും കഴിക്കുന്നത്. പഴം വാങ്ങിച്ച് കഴിക്കുന്നതിന്റെ ഗുണം നമുക്ക് കിട്ടും. അതുപോലെ ഗായത്രി ജപിക്കാൻ അതിന്റെ ഗുണം കിട്ടും. പക്ഷെ ഒരു വ്യത്യാസമാണ്. പഴം കഴിക്കുന്നവൻ അതിന്റെ ഗുണത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. കഴിച്ച് കഴിയുമ്പോൾ അവനും മെന്റലി ഒരു എനിക്ക് C ഇത്രയും % കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോ വേറെ ഒന്നും കഴിച്ചില്ല എന്ന് കുഴപ്പമില്ല. അപ്പൊ ഇതൊന്നും അറിഞ്ഞുകൂടാത്തവൻ ഈ പഴം കഴിച്ച് C കിട്ടിയാൽ എനിക്ക് വിറ്റാമിൻ C വേണം, ഇത് പോലെ ഇനി വേറെ എന്തെങ്കിലും ഒരു ഇല്ലസ്ട്രേഷൻ കണ്ടോ അതും കൂടെ കഴിക്കും. കാരണം വെച്ചാൽ നീ ഇഗ്നോറന്റ് ആണ് എന്താണെന്നില്ല. അതുകൊണ്ടാണ് ഇത് ഉൾക്കൊള്ളുന്നവൻ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിവില്ലാത്തവനാണെങ്കിൽ അവന് മെന്റലി ഒരു പോരായിക പിന്നെയും ഉണ്ടായിരിക്കും. നേരെ മനസ്സിൽ അതിനാ നന്നായിട്ട് അറിയാമെങ്കിൽ അവൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ലെ? ഇതാണ് അവസ്ഥ. അതുപോലെ
നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയാണെങ്കിലും എന്താണ് ഈ മന്ത്രം എന്ന് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇതൊരു രാജമന്ത്രമാണ്. ഈ മന്ത്രമല്ലാതെ യാതൊന്ന് ജപിച്ചാലും ഈ ഭൗതിക ലോകത്തിൽ നിന്നും അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മുക്തി നേടാൻ സാധ്യമല്ല. ആർക്കറിയാം? എങ്കിൽ പിന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളുന്നേ ഇല്ല. കൃഷ്ണ അവബോധത്തിൽ വരുമ്പോൾ അറിയാം. അതെ, കൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഈ മഹാമന്ത്രം ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലാതെ ഈ ഭൗതിക ലോകത്തിന്റെ കോട്ടയിൽ നിന്ന് ഒരു ജീവനോടും ചാടിപ്പോകാൻ പറ്റില്ല. ഇറ്റ്സ് എ പവർഫുൾ ഫോഴ്സ്. ഭൗതിക ആസക്തി അവൻ അതിനകത്ത് കുരുങ്ങി കിടക്കുന്നുണ്ട്. അവനെ അറിഞ്ഞവൻ കുരുങ്ങിയാണ്. പക്ഷെ ഓൺലി ദിസ് മന്ത്ര ക്യാൻ റിലീസ് ഈ പാപയോനെ എല്ലാത്തിനും. ഇതെന്താ എല്ലാവരും അറിയാം? ഇവിടെ പോയി കഴിഞ്ഞാൽ എത്രയെല്ലാം മന്ത്രമാണ് ആളുകൾ ജപിക്കുന്നത്. ആ മന്ത്രം, ഈ മന്ത്രം, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, വലിയ വലിയ മന്ത്രങ്ങൾ. ഈ മന്ത്രം ഭയങ്കര മന്ത്രമാണ്, ഇന്ന മന്ത്രം ഇങ്ങനെ. പക്ഷെ ഇത് അറിയുന്നുണ്ട്, ഈ മഹാമന്ത്രം ജപിക്കാതെ ഒരു നാസ്തേവ 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 ഗതിർ അന്യഥ. ഒരൊറ്റ ഉപനിഷത്തിന് വേണ്ടി മാത്രം നീക്കി വെച്ചിട്ടില്ല. ഉപനിഷത്ത് 108 ഉപനിഷത്തിൽ ഒരെണ്ണമാണ് കലി സന്താന ഉപനിഷത്ത്. അപ്പോ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലാതെ യാതൊരു ജീവൻ എന്തില്ല, ഒരു വഴിയും ഇല്ല, ഒരു വഴിയും ഇല്ല, ഒരു വഴിയും ഇല്ല. 3 പ്രാവശ്യം പറപ്പിച്ചിട്ടില്ല. എന്നിട്ടും ജനം ഇത് തുടരുക. കൂടെ കൂടെ വല്ലതൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ഹരേ കൃഷ്ണ ഹരേ രാമയും കൂടെ കയറ്റിപ്പെടും. അതാ. അപ്പൊ നമ്മൾ ഉൾക്കൊള്ളുകയും ഞാൻ മനസ്സിലാക്കിയാണ്, വേറെ ഞാൻ ജപിക്കുന്ന മന്ത്രം ഞാൻ ഏത് ജപിച്ചാലും ഇത് വന്ന് ജപിച്ചാലേ അന്ന് വേണം വഴിയുള്ളൂ. അത് ഞാൻ ഇപ്പോഴും ജപിക്കുകയാണ്. അപ്പൊ ഞാൻ ആര്? എനിക്ക് ആ ബോധത്തിലുണ്ട്, സന്തോഷമുണ്ട്. സോ ദാറ്റ്സ് വൈ ശ്രീല പ്രഭുപാദ് സേ ചാന്റ് ആൻഡ് ബി ഹാപ്പി. ജപിക്കുക എന്നതോടൊപ്പം നിങ്ങൾ എന്ത് വേണം? സന്തോഷവാനാണ്. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. എന്തുകൊണ്ട് നിങ്ങൾ സന്തോഷം നിങ്ങൾ സ്വയം അറിയണം. ഞാൻ ജപിച്ചിട്ട് ഞാൻ സന്തോഷവാനാണോ? എന്തുകൊണ്ടെന്നാൽ ഞാൻ ജപിക്കുന്നത് ഇനി ഒരു മന്ത്രം ഇല്ല. ഈ മന്ത്രം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കൂ. അങ്ങനെയുള്ള മന്ത്രമാണ് ഞാൻ ജപിക്കുന്നത്. ഇനി ഇത് ജപിച്ചാൽ നിങ്ങൾക്ക് ഒരു മന്ത്രവും ജപിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വയം കഴിയും. നിങ്ങൾ സന്തോഷിക്കുകയല്ല, തുള്ളിച്ചാടുകയാണ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു വെളിയിലൊക്കെ ഇറങ്ങി എന്ത് ഉദ്ദേശത്തിലേക്ക് കിടന്ന് ചാടണമെന്നാണ്. എന്തെല്ലാം വേദങ്ങൾ ആളുകളൊക്കെ വഴിയെ പോകുന്ന ആളുകളൊക്കെ കയറിയിട്ട് ആ ചാടിക്കൊണ്ട് നടക്കും. പണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഇസ്കോൺ വഴി തുടങ്ങുന്ന കാലത്ത് ഈ നാഗസംഗീതത്തിന് പഴവങ്ങാടി കിണവന്റെ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ ദീപാരാധന നടക്കും. അവിടെ ഡിവോട്ടീസല്ലേ നാഗസംഗീതത്തിനെല്ലാം അവിടെ പോയി നിന്ന് അവിടെ മുന്നോട്ട് കത്താൾ അടിച്ചിട്ട് ഇങ്ങനെ അടുക്ക തൊഴാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഇതൊന്നും തോന്നുന്നു ഭഗവാനെ ചാടി പിടിക്കണ, ചാടി പിടിക്കണം. മറ്റേത് ഇവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഗണപതി ഇങ്ങനെ സൂചിച്ചുകൊണ്ട് ഗണപതി എന്ന് പറയുന്നത് രാജാവാണ് മനസ്സിൽ വരുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര എന്നിട്ട് കോൺസെൻട്രേറ്റ് കിട്ടാത്തോണ്ട് കണ്ണടക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് വേദശാസ്ത്രങ്ങൾ പറഞ്ഞ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ പോയ കണ്ണ് തുറക്കണോ. ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? കണ്ണടച്ചിട്ട് വെളിയിൽ ഇറങ്ങണം, കണ്ണ് തുറക്കണം. കണ്ണ് തുറക്കുമ്പോൾ എല്ലാം കിട്ടും ക്യാമറയിൽ. അത് എന്ത് കിട്ടും? ഭഗവാനെ കിട്ടൂല, ബാക്കിയെല്ലാം ക്യാമറ കിട്ടും. ഈ ഭഗവാൻ എടുത്ത് നോക്കുമ്പോൾ ക്യാമറ അടച്ചു വയ്ക്കും. അടച്ചു വെക്കുമ്പോൾ ഭഗവാൻ ഇല്ല. അപ്പൊ എന്താണ്? അതിലൂടെ പോണ സിനിമ പാട്ട് പാടിയത്, ഹിന്ദി പാട്ട് പാടിയത്, ഇപ്പത്തോടെ പോകും. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ താമര നോട്ടായിരുന്നു. അപ്പോഴത്തെ വെച്ചോ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്തതിൽ കൂടെ പോയ ഒന്നും തന്നെ നിങ്ങൾക്ക് കെട്ടാൻ പറ്റില്ല. ഈ അവസ്ഥയിൽ ഈ വേദശാസ്ത്രവും അത് ഇതുമൊക്കെ പഠിക്കാനും വലിയ കേമത്തൊന്നും അടിച്ച് ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് വെച്ചാൽ നീ സിംപ്ലി റിജക്ട് ദ ഓർഡർ ഓഫ് കൃഷ്ണ. കൃഷ്ണൻ പറയുന്ന മെസ്സേജിനെ നീ തള്ളിക്കളയുന്നതാണ്, അല്ലെ? അതുകൊണ്ട് നമ്മളാരും വിഗ്രഹത്തിന്റെ മുമ്പ് പോയി കണ്ണു അടച്ച് നിൽക്കല്ലേ. വിഗ്രഹത്തിന്റെ മുമ്പ് എന്ത് ചെയ്യണം? ആ കണ്ണു തുറന്ന് നന്നായിട്ട് ആലോചിക്കുക. അച്ഛ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. പാതാരബിന്ദങ്ങളെ നോക്കണം. പാദങ്ങളെ ഞാൻ ഇപ്പോൾ എങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു ആ തരത്തിൽ ഭഗവാന്റെ പാദങ്ങൾ ഇങ്ങനെ അനുസരിക്കുന്നു. ഭഗവാന്റെ മൊത്തത്തിൽ നോക്കാം. അവിടെ ചെന്ന് കണ്ണു അടച്ചിരിക്കേണ്ട ഗതി നിങ്ങൾക്ക് കോവിൽ വന്ന്. ഇതാണ് ഹിന്ദു ജന്തു. അപ്പൊ
കൃഷ്ണാനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൻ വിഗ്രഹത്തിന്റെ മുമ്പ് പോയി കണ്ണു അടച്ചു നിൽക്കില്ല. അവിടെ പോയി കണ്ടോടനെ കൺകുളിക്കത്തില്ല. അപ്പൊ ഒരു വേളയെങ്കിലും വെളിയിറങ്ങി മറ്റ് കാര്യങ്ങളൊക്കെ ഒപ്പണതിന് മുമ്പേ അവന് ഈ ഭഗവാന്റെ വിഗ്രഹവും കൂടെ വന്ന് വരും അല്ലേ? ആ അപ്പൊ നോക്കൂ, ശ്രീല പ്രഭുപാദം കൃഷ്ണന്റെ കരുണ അല്ലേ ഇതൊക്കെ? ഇതാണ് കൃഷ്ണനോട് പറയുന്നത്, മാംസപാശ്രിത്യ എന്നെ നിങ്ങൾ ആശ്രയം. എന്നെ ആശ്രയിക്കാമെന്ന് ഭഗവാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എവിടെ കൃഷ്ണൻ, ഞാൻ ആശ്രയിക്കാം, വരൂ. അല്ലെങ്കിൽ കൃഷ്ണൻ എവിടെയുണ്ട് അവിടെ ഞാൻ ചെന്ന് ആശ്രയിക്കട്ടെ, എങ്ങനെയാണോ കോമഡിന്റെ? എന്റെ ഒരു ഭക്തന് തദ്വിധിപ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി, അവർ ഉപദേശിക്കും. ജ്ഞാനിന തത്വദർശിന. അങ്ങനെയൊക്കെയാണ് നമ്മളെ കൂടെ ഫൂളുകളൊക്കെ ആദ്യമായിട്ട് പ്രഭുപാദിന്റെ കരുണ ഇവിടെ വന്നു കൃഷ്ണ പ്രസ്ഥാന ഭക്തി. ഞാൻ ആദ്യം എനിക്കിപ്പോഴും ഓർമ്മ, ആദ്യത്തെ ഒരു ഡിവോട്ടി കാണുന്നു, ഒരുപാട് ഡിവോട്ടീസ് കണ്ടിട്ട് ഇസ്കോൺ പ്രഭുപാദിന്റെ ശിഷ്യന്മാരുടെ ഡിവോട്ടി. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം കൃഷ്ണ. ഞാൻ ജനിച്ചു വളർന്നത് ഒരു കൃഷ്ണക്ഷേത്രത്തിന്റെ അടുക്ക നെയ്ബറാണ്. പ്രഭുവിനൊക്കെ അറിയാം അവിടെ. അപ്പോ എന്നെ ഞങ്ങൾ കൊച്ചിലെ നടക്കാറായപ്പോ തൊട്ട് പാരന്റ്സ് ഒക്കെ അവിടെ കൊണ്ടുപോയാണ് അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ അന്നപ്രാസം ചെയ്യുന്നത് അവിടുത്തെ അന്നമാണ് ആദ്യമായിട്ട് കഴിക്കാൻ അന്നപ്രാസം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നാമകരണം വേണം, പേരിടുന്ന അവിടുന്ന്. അത് കഴിഞ്ഞ് വീട്ടുകാർ ചില പേരൊക്കെ ഇടും, അത് വേറെ. പക്ഷെ അതായിരിക്കും കറസ്പോണ്ടന്റ് നെയിം, അത് തന്നെയാണ് പേരിൽ എപ്പോഴും വന്നത്. അപ്പൊ അവിടെ നിന്ന് പേരിടും. ഇങ്ങനെയൊക്കെയാണ് ഒരു കൾച്ചറൽ പരിപാടി. പക്ഷെ എനിക്ക് കൃഷ്ണതത്വം അറിഞ്ഞൂടാ. എന്താ നോക്കൂ അവസ്ഥ. അപ്പോ എപ്പോഴാണോ ഞാൻ വളർന്ന് കോളേജ് ആദ്യത്തെ പഠിത്തവും കഴിഞ്ഞ് സംസ്കൃതം പഠിക്കാനായിട്ട് അങ്ങനെ പോയപ്പോ അതിൻ്റെ ഒരു റിലേഷനിലാണ് ഈ പ്രഭുപാദിന്റെ ഡിവോട്ടീസുമായിട്ട് ബന്ധം വരുന്നത്. അങ്ങനെയാണ് ഒരു കൃഷ്ണഭക്തൻ. അപ്പോ ഭഗവത്ഗീതയിലുള്ളത്, ഭഗവത്ഗീത എന്താ അത് ആചരിക്കുന്ന ഒരു വ്യക്തി അപ്പം മുതലാണ് എനിക്ക് എന്തു തുടങ്ങുന്നത്, കൃഷ്ണ അവബോധം തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്കിവിടെയുള്ള ഈ തൈക്കാട്, ഞാൻ പറയപ്പോൾ തൈക്കാട് ബൃഹത് ഹരിനാം സംഗീതം പ്രോഗ്രാം കെ ദിസ് ഇൻ 1979 ഈ പ്രസ്ഥാനം ഇവിടെ തൈക്കാട് വന്ന് ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ട് മൂവിന് ഉറച്ച് അവിടെ വളരെക്കാലം തൈക്കാട് ഹോസ്പിറ്റലിന്റെ അടുക്കുണ്ടായിരുന്നു. 79 അപ്പൊ അതിനു മുമ്പ് പല ലോഡ്ജിലൊക്കെ ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തറപടി. ഒരു കെട്ടം ശരിക്കും എസ്റ്റാബ്ലിഷ് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുന്നത് ആ തൈക്കാട് കെട്ടപ്പെടുന്ന അറിയാലോ. അല്ല ഹോസ്പിറ്റലിനാണ്. അത് 78 പീരീഡിൽ ഇങ്ങനെ വന്ന് അന്വേഷിച്ചു വന്നു. അപ്പോ ശരിക്കും അവിടെ പ്രവർത്തനം നമ്മൾ അന്നും ആരും ഇല്ല, ഡിവോട്ടീസ് ഒന്നുമില്ല. പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ പല ബംഗാളിൽ നിന്ന് ഡിവോട്ടീസ് എന്ന് പറയും. ശരിക്കും ഇവിടെ തുടങ്ങാനായിട്ട് വന്ന് ജയപതാക സ്വാമി തിരുവനന്തപുരത്ത്, കേരളത്തിലൊരു സെന്റർ തിരുവനന്തപുരത്ത് വേണം എന്ന് അദ്ദേഹം ശഠിച്ചു. അങ്ങനെ അപ്രകാരം തിരുവനന്തപുരത്ത് വന്നിട്ട് തുടങ്ങിയിട്ട് ഡിവോട്ടീസ് റിജക്ട് ചെയ്യാണ് ചെയ്തത്. ആദ്യം ജായശ്രീല പ്രഭുപാദിക്ക് എന്താ റിജക്ട് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ആൾക്കാരും ഉൾക്കൊള്ളുന്നില്ല. ഈ ഭഗവാനെ ചാടി പിടിക്കുന്ന ആളെന്ന് പറഞ്ഞല്ല, ഒരുപാടായിട്ട് ആൾക്കാർ ആരും ഈ ആശ്രമത്തിലേക്ക് അവിടെ തുടങ്ങിയിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റോഡില് ഇത്തിരി പൊക്കത്തില മുകളിൽ കയറി പോകണം. റോഡിൽ ഒരു ടേബിൾ ഇട്ട് ചരണാമൃതം കൊണ്ട് അവിടെ വയ്ക്കും. അവിടെ വെച്ചൊരു ഡിവോട്ടി അവിടെ ആയിരിക്കും. വഴിയെ പോകുമ്പോൾ ഇവിടെ അമ്പലമുണ്ട്, ചരണാമൃതം കൊടുത്ത് പ്രസാദം കൊടുത്ത് നിങ്ങൾ അകത്ത് പോയിട്ട് ദർശനം എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞില്ലേ. ഹോട്ടലിൽ നിന്ന് കാണിക്കുന്ന പോലെ കാണിച്ച് ഡിവോട്ടീസിനകത്ത് കയറ്റി ഇങ്ങനെ ഇറക്കൊണ്ട് ഇങ്ങനെയൊക്കെ മടുത്തുപോയി. അപ്പോ ഒരു മനുഷ്യന് സൺഡേ പ്രോഗ്രാം എന്ന് വെച്ചാൽ വരില്ല ചിലപ്പോ. അപ്പോ സൺഡേ പ്രോഗ്രാമിന് വരുന്ന ഇതിന്റെ തൊട്ടടുക്കെയുള്ള ഈ ആഹാരത്തിന് കിട്ടാതിരിക്കുന്ന പിച്ചക്കാരൻ ഇതൊരു പോയി. അപ്പൊ ഈ ലൈഫ് മെമ്പേഴ്സിനെ വിളിച്ചു വരുന്ന അവരെ ചെന്ന് ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവരണം, നിലവിലുള്ളൂ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് തൈക്കാട് പ്രോഗ്രാം വരുന്നതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇന്നത്തെ മധു പണ്ഡിറ്റ് പ്രഭു എന്നാണ് ആദ്യത്തെ ഒരു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഞാൻ വന്നിട്ട് പോകുമ്പോൾ എനിക്ക് 2-3 ബസ് വരെ തിരിച്ചു പോകണം. അന്ന് ഇന്ന് കുറച്ച് സൗകര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ പ്രഭു എല്ലാ സൺഡേ വരാൻ പറ്റാത്തത് വണ്ടി ഇല്ല, നീ പറഞ്ഞാൽ ഞാൻ വന്ന് നിന്നെ പിക്കപ്പ് ചെയ്തുകൊണ്ട് വിടാം, തിരിച്ച് ഡ്രോപ്പ് ചെയ്തു. എന്നെ അവിടെ വന്ന് നീ പിക്കപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ട് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാകും. എന്തിനാണ് അങ്ങനെ ചെയ്തത്?
ഈ മിഷൻ പ്രൊമോട്ട് ചെയ്യുന്ന നോക്കൂ, ഒരു ഡിവോട്ടിയെ വീട്ടിൽ ചെന്ന് ഒരുത്തിന് വിളിച്ചൊരു കറങ്ങിയ വീട്ടിൽ ചെന്ന് വിളിച്ച് ഇവിടെ കൊണ്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് അവിടെ കൊണ്ട് പോകും. കാരണം ഞാൻ മടുത്തിട്ട് നാളെ വരാതിരിക്കുന്നു. How suffered the devotees to trust this Hare Krishna പ്രസ്ഥാനം. അപ്പൊ ഇന്നങ്ങനെയല്ല, വെരി പ്രൊപ്പഗേറ്റഡ്, എല്ലാവർക്കും അറിയാം, ഈസ് ത്രൂ ഔട്ട് കേരള. അങ്ങനെ പറയാൻ കാരണം ഇതാണ്, ഈ പ്രസ്ഥാനം നമ്മളെ എന്തൊരു വയനാണ് ശ്രീലപ്രഭു. അപ്പൊ നമ്മൾ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് എത്രയോ ആരാധനകൾ, എത്രയോ ജ്ഞാന തപസ്സുകളൊക്കെ ചെയ്ത് എന്നിട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ വന്ന് സ്ട്രഗിളല്ലോ, ബട്ട് നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ വരുന്നു. ബട്ട് ഈശ്വരായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് വലിയ അങ്ങനെയുള്ള ശാരീരിക യോഗ്യതകളും വേണ്ട, ജസ്റ്റ് കണക്ട് മൈ ഡിവോട്ടീസ്. നിങ്ങൾ പെട്ടെന്ന് പ്ലഗ് ചെയ്യുക. അപ്പോൾ കൃഷ്ണാവബോധം ഈ ഒരു ആർട്ടിഫിഷ്യൽ ഒന്നല്ല, ഇത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ കൃഷ്ണനെ സ്നേഹിക്കാനുള്ള ഉറഞ്ഞിരിക്കുകയാണ്. അത് ഒരു കൃഷ്ണഭക്തന്റെ ജസ്റ്റ് ഒരു തീപ്പെട്ടി ഉരയ്ക്കുന്ന പോലെ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യും. അപ്പൊ തൊട്ട് നമുക്ക് കൃഷ്ണാവബോധം. നമ്മൾ ഈവൻ മെനി ടൈംസ് റിജക്ട് ചെയ്താലും നമുക്ക് ഒരിക്കലും വെളി കളയാൻ പറ്റത്തില്ല, അത്രയൊരു സ്പാർക്കായി ഒരിക്കൽ. അതാണ് പ്രഭുപാദ് പലർക്കും പറയുന്നത്, കൃഷ്ണാവബോധം ഒരിക്കൽ ജോലിച്ചാൽ അത് എല്ലാ പാപപ്രതികരണങ്ങളെയും എന്റെയും കത്തിച്ച് ശാമ്പലാക്കി കളയും. പിന്നെ നിങ്ങൾ ഒരു ഡെഡ് ബോഡി പോലെ ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ബട്ട് നിങ്ങൾ കൃഷ്ണാവബോധം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ വന്ന് ഉൾക്കൊണ്ട് നിങ്ങൾ എത്ര നാൾ നിന്ന് മാറി നിൽക്കാൻ പറ്റും? പറ്റത്തില്ല. നിങ്ങൾ എവിടെ ഇരുന്നാലും കൃഷ്ണ കോൺഷ്യസ് നിങ്ങൾ അതിന് ഫിക്സഡ് ആയി. ദാറ്റ് പ്യൂർ അതാണ് രാജവിദ്യ, രാജഗുഹ്യം, പവിത്രം ഇതമുത്തമം, പ്രത്യശാവഗമം ധന്യം, സുസുഖം കർത്തും അവ്യയം. ഇത് പരിശീലിക്കുന്നതിനും വളരെ എളുപ്പമാണ്. നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ പറയുക, നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുക. ഇതേ സമയത്ത് നിങ്ങൾ വേറെ പല ചിന്തകളിലും കടന്നു പോകാം. നവമായി പിള്ളേർ ദേവരീസം പറയും, പ്രഭു എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല. നിങ്ങൾ കോൺസെൻട്രേറ്റ് ഹരേ കൃഷ്ണ, വേറെ ഒരു ചിന്തയും വരാം, അത് മാത്രം ചെയ്യാൻ ആരും പറ്റില്ല. ഇവൻ മറ്റാർക്കും പറ്റത്തില്ല, നിങ്ങൾക്ക് മാത്രമല്ല. ചില ദേവരീസ് പറയും ഉള്ളിൽ നിന്ന് ജപിക്കണം. നിങ്ങൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരുമോ ഉള്ളിൽ നിന്ന് ജപിക്കുന്നത്? ഇതൊക്കെ നമുക്ക് പറയാൻ സിമ്പിളി പറയാമെന്നോ അല്ലാത്തൊന്നും പറയാതിരിക്കുക. ജസ്റ്റ് ചാൻഡ് ആൻഡ് ഹിയർ, ദാറ്റ്സ് ഓൾ. അങ്ങനെ പഠിപ്പിക്കുക. അല്ലാതെ ഉള്ളിൽ കയറാനോ ഉള്ളിൽ എല്ലാവരും ഉള്ളിലില്ലെങ്കിൽ ആർക്കും ജപിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ മനസ്സിൽ തോന്നുക, അത് ബ്രെയിനിൽ നിന്ന് ഈ ഓറൽ ഇതിനെല്ലാം കൊടുത്ത് ഇത്രയും പവർ ഇതാണ് വരുന്നത് ഇതിന്റെ ഉള്ളിൽ നിന്ന്. പക്ഷെ അതിന്റെ പിന്നിലൊരു തത്വമുണ്ട്, സിൻസിയർ ആയിരിക്കണം, ആത്മാർത്ഥം. ഒരാൾ പറഞ്ഞ് ജപിക്കാൻ പറഞ്ഞാൽ അത് അയാൾ പറഞ്ഞുകൊണ്ടെങ്കിൽ ജപിക്കാം, അങ്ങനെയല്ല. നമ്മളത് അതിനകത്തൊരു ആത്മാർത്ഥമാണ്. ഹരേ കൃഷ്ണ ജപിക്കാൻ നിങ്ങളോട് പറയാണ്. അപ്പോൾ നിങ്ങൾ അതിന് സമയത്ത് ഒരു മാല വെച്ച് കഴിയുന്ന അപരാധങ്ങളൊക്കെ മാറ്റി നാമം ജപിച്ചുകൊണ്ട് ജപിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യങ്ങളിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ജപിക്കുന്ന വശാൽ മറ്റൊന്നും ചെയ്യേണ്ടി വരുന്നു, അത് വേറെ. നിങ്ങൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജപിക്കും, അല്ലെ? അങ്ങനെ ചിലപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഹരേ കൃഷ്ണൻ ജപിക്കും, അല്ല വണ്ടി ഓടിക്കുന്നെങ്കിൽ ഹരേ കൃഷ്ണൻ ജപിക്കും. പക്ഷെ ഞാൻ ജപിക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ജപമായിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം മറ്റു പ്രവൃത്തികളൊന്നും മാറില്ല. അതാണ് അങ്ങനെ ചെയ്യുക. അതിനാണ് സാധന എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഹരേ കൃഷ്ണൻ ജപിക്കുന്ന സാധനയാണോ? വാസ്തവത്തിൽ സാധന ആണ് ഓരോ തരത്തിലുള്ളത്. ശരിക്കും പ്രധാന സാധനമല്ല, പ്രധാന സാധനയെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ കണ്ടിന്യൂ ചെയ്യുന്നത്, അത് ജപിക്കുന്നതോ അങ്ങനെ ചെയ്യുന്നതും സാധന തന്നെയാണ്. പക്ഷെ പ്രധാന സാധന ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ കഴിയുന്നത് അങ്ങനെ ചെയ്ത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഇങ്ങനെ പറയുകയും അറ്റ്ലീസ്റ്റ് അയാൾ തന്നെ കേൾക്കുകയില്ല. അപ്പൊ അയാൾ പണ്ട് പറയും, പഴയ ഗ്രാമപ്രദേശത്തൊക്കെ അറിയാം രാമരാമൻ ജപിക്കാം. അപ്പൊ എല്ലാവരും ജപിക്കാൻ പറയും. അപ്പം തള്ളയും ജപിക്കും, പിള്ളേരുടെയും ജപിക്കാൻ പറയും. അപ്പോ പറയുന്നത് കേൾക്കത്തില്ല, മറ്റുള്ളവർക്ക് നല്ല ജോലിയൊക്കെ ചെയ്യാൻ. എന്തായാലും തള്ളാണ് രാമ 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 ഭാഗ്യം കുറെ പറയുമ്പോഴത്തേക്ക് ഇത് ഈ മീൻ അറുത്ത് അടുപ്പി വെച്ചിട്ടാണ്
അയ്യോ തീ കൂടിയിട്ട് അത് കരിഞ്ഞ മീനുണ്ട് എന്തോ നോക്കണം എന്തെങ്കിലാണ് ചോദിച്ചാൽ രാമ 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 ഭാഗ്യം എന്തെങ്കിലും നാമം ജപിക്കുന്നതല്ലാണ്. ചിലപ്പോൾ ജൽപ്പി കത്തിച്ചു വെച്ചിരിക്കുന്ന ചിമ്മിനി ആയിരിക്കും, മണ്ണെണ്ണ വളക്കാൻ. അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം എല്ലാവർക്കും ഉണ്ട്. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഒരു വിളക്ക്, ചിലപ്പോൾ നിലവിളക്ക് എന്നാണെന്നില്ല, കൊളുത്തി വെച്ചിട്ട് രാമ 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 രാമ. ഭാഗ്യമാന്ന് പറഞ്ഞാൽ എന്താ? എന്നെ സംരക്ഷിക്കണമേ, ഞാൻ അങ്ങേ ശരണം പ്രാപിച്ച് എന്നെ ശരണം പ്രാപിക്കണമേ അങ്ങേ, ഞാൻ അങ്ങേ ശരണം ഇതാണ് രാമ രാമ ഭാഗ്യമാണ്. സോ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ സകലതും ഉൾക്കൊണ്ടിരിക്കുന്നു, ഒന്നും വേണ്ട. ഈവൻ ഗായത്രി മന്ത്രവും എന്താണ്? ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ഗായത്രി മന്ത്രം എല്ലാവരും ജപിക്കുന്ന അല്ലെങ്കിൽ ആർക്കും അർത്ഥം ജപിക്കുന്ന ബ്രാഹ്മണർക്കും അറിയത്തില്ല. ഇതത്തിൽ വേറെ ഒന്നല്ല, വെരി സിമ്പിൾ ആണ്. ഗായത്രി അല്ലയോ പരമദൈവമേ, അല്ലയോ സകല ബുദ്ധിയുടെയും ഉടമസ്ഥനെ, സകല ആനന്ദത്തിന്റെയും ഉടമസ്ഥനെ, അല്ലെങ്കിൽ ആധാരമേ, അങ്ങയെ ഈ ഉള്ളവനെ പിന്തുടരാൻ പിൻപറ്റാൻ അനുവദിക്കണമേ. അങ്ങേ അനുസരിക്കാൻ, ഭഗവാനെ അനുസരിച്ച്, ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിക്കാൻ എനിക്ക് കഴിവുണ്ടാകണമേ. ഇതാണ് ഗായത്രി പള്ളി. ഇനി അതിനോടൊപ്പം ഇതുപോലുണ്ട്, ഇനി അങ്ങയുടെ വചനങ്ങളെ ഞാൻ ഒരു കാരണവശാലും നിഷേധിക്കാനുള്ള ബുദ്ധി എനിക്ക് ഉണ്ടാകാതിരിക്കണമേ. എന്റെ ബുദ്ധിയെ അങ്ങയെ ഉൾക്കൊള്ളാൻ എന്നെ കൽപ്പുള്ളവനാക്കണമേ. ഇതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വേണ്ടത്. ഇതാണ് ഗായത്രി ജപം. അപ്പൊ ഗായത്രി ജപിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ ജപിക്കുമ്പോൾ ഇത് അറിയാമെങ്കിലോ? അതിന് ഞാൻ ഈ ഗായത്രി കൂടെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എന്റെ ഇന്ദ്രിയങ്ങൾ വളരെ ചഞ്ചലമാണ്, ഇതിന് ഒന്നും പറ്റത്തില്ല. അപ്പൊ എന്റെ ബുദ്ധിക്ക് എല്ലാം സർവേശ്വരനായ ഭഗവാനെ എന്റെ സംസാരത്തിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളാനും അദ്ദേഹത്തെ അനുസരിക്കാനും കഴിയുമാറാക്കണമേ എന്ന് വിനീതമായി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാലും എന്താണ്? അല്ലയോ ഭഗവാനെ, അവിടുത്തെ മുഴുവൻ ശക്തിയെ എന്നെ സംരക്ഷിച്ചു കൊള്ളണമേ. ഈ അവസ്ഥയിൽ എനിക്കില്ല. അതുകൊണ്ടാണ് ഈ മന്ത്രം ജസ്റ്റ് ചാൻഡ് ആൻഡ് ഹിയർ, ദാറ്റ്സ് ആൾ. നിങ്ങൾ പറയേ വേണ്ട, ഒന്നും അറിയണ്ട. അതിന് സാധനമായിട്ട് നിങ്ങൾ ഒരു മാലയാണ് ഒരു ദിവസം കോൺസെൻട്രേറ്റ് ആയിട്ട് വെള്ളത്തിരുന്നോ അല്ലെങ്കിൽ നടന്നുകൊണ്ടോ ഹരേ കൃഷ്ണ. ആ സമയത്ത് വേറെ ബിസിനസ് ഒന്നും ഏറ്റെടുക്കാതിരിക്കുക. ഈ പറഞ്ഞ പോലെ മറ്റ് ഡ്യൂട്ടികൾ, ഭൗതിക ഡ്യൂട്ടികളേക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ ഇതും ചെയ്യുകയോ അത് പൊക്കുവാൻ ചെയ്ത് ഇങ്ങനെ പാടില്ല. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ സാധനം. അല്ലാത്തപ്പോൾ നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം ജപിച്ചോളൂ, നോക്കണം. അപ്പൊ നിങ്ങൾ ഒരു മാലയോ 2 മാല 4 ബ്രഹ്മത്തിൽ വളരെ എളുപ്പമാണ്. അപ്പൊ ഇരുന്ന് സാധന ചെയ്യുക. ഇതിനെയാണ് സാധക ഭക്തൻ എന്ന്. ഇവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനം. അതാണ്, വേറെ ഒന്നുമില്ല. അല്ലാതെ ഇവിടെ വന്ന് സ്ഥാനമാനങ്ങളോ വല്ല ആയാൽ തന്നെ ഇന്ന ആളായിട്ട്, ഈവൻ നിങ്ങൾക്ക് ഒരു സന്യാസി ആവണമെന്ന് വിചാരിച്ചാൽ തന്നെ അത് ആഗ്രഹവും ദുരാഗ്രഹവുമാണ്. നിങ്ങൾ എന്താണ് വലിയ സന്യാസി ആവുന്നത്? സന്യാസം എന്താണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. വലിയ കാവ്യ സന്യാസിയായി ഉടുപ്പിട്ട നിങ്ങൾ വിചാരിക്കും വലിയ ആളായി. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം സാധന ചെയ്യാനും ഗൃഹേ ഠാക്കോ വനേ ഠാക്കോ സദാ ഹരി പോലെ ഠാക്കോ, എല്ലാം ആയിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ യാതൊരു ഉപയോഗവുമില്ല. അതുകൊണ്ട് ഈ പരമമായ ഈ അവസ്ഥ, ഈ സിറ്റുവേഷൻ ശ്രീല പ്രഭുപാദ് ഒരുക്കിയിട്ടുള്ള ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എല്ലാ സൺഡേയോടും കഴിയുന്ന ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് വരാനും നിങ്ങൾ പങ്കെടുക്കുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ചെയ്യും. ഇതെങ്കിൽ മിഷൻ ഈസ് സക്സസ്. ഇതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട പരമമായ സേവനം. സ്വയം ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ശ്ലോകത്തിനെ പറ്റിയോ മറ്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.